പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 31ാമത്തെ ക്ലാസ്സിലേക്ക് നവംബർ മാസം 2025 10-ാം തീയതി ദൈവജന പഠനത്തിനായി കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ 30 ക്ലാസ്സുകളിലായി വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ നാം 3 അധ്യായങ്ങളുടെ പഠനം പൂർത്തീകരിക്കാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷമായി മേലാൽ സംഭവിക്കാനുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നൽകുവാൻ, ചുരുങ്ങിയ വിവരണം ഇതിനോടകം നൽകുവാൻ എത്തുന്നു. അതിനനുബന്ധമായിട്ട് മരണാനന്തര പുനരുത്ഥാനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഏകദേശമായിട്ടുള്ള ഒരു ചെറിയ വിവരണം നൽകിയിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള സുദീർഘമായ പഠനം നമുക്ക് ഇപ്പോൾ ഇതിനോട് എടുക്കാൻ പറ്റത്തില്ല. എങ്കിലും എവിടേക്കാണ് മരണാനന്തരം മനുഷ്യൻ എത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത്. സ്വർഗത്തിൽ പോകുന്നു, നരകത്തിൽ പോകുന്നു എന്നുള്ളതിന് മാത്രമല്ല, അതിനപ്പുറമായിട്ട് വിവിധ മരണാനന്തര പുനരുത്ഥാന നിലകളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വചന അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഒന്നാം മനുഷ്യനായ ആദം മുതൽ, അഥവാ മരിച്ച ആദ്യത്തെ ഹാബേൽ മുതൽ ഒടുക്കത്തെ നാളിൽ മരിക്കുന്ന വ്യക്തികൾ വരെ എവിടെ എന്നുള്ളതിനെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം ദൈവകൃപയാല് നമ്മൾ നടത്തുവാൻ ഇടയായിത്തീർന്നു. 5 ആത്മീയ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള പഠനവും നമുക്ക് നടത്താനായിട്ട് ദൈവം കൃപ ചെയ്തു. ഇന്ന് ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധമ പ്രാപിക്കുന്ന തേജസ്സിൻ്റെ 5 ആത്മമണ്ഡലങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ് വിടുതലെന്നും ശരീരത്തിൽ ലഭിക്കുന്ന തേജസ്സാണ് സ്വാതന്ത്ര്യമെന്നും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാട്ടിടയാത്തുന്നു. എന്താണ് വിടുതൽ അല്ലെങ്കിൽ വീണ്ടെടുപ്പ്, എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളതിനെക്കുറിച്ച് തേജസ്സിനോടുള്ള ബന്ധത്തിലും വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലും നമ്മൾ ചിന്തിപ്പാട്ടിടയാത്തുന്നു. ആത്മാവിന് വീണ്ടെടുപ്പ് നടത്തിയ ദൈവം ശരീരത്തിന് വീണ്ടെടുപ്പ് നടത്തും. എല്ലാ വിശുദ്ധന്മാർക്കും ശരീരത്തിന് വീണ്ടെടുപ്പുണ്ട്. എന്നാൽ അവർക്ക് ലഭിക്കുന്ന തേജസ്, അവർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം, അഥവാ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നതിന് പരിധിയുണ്ട്. അതിനെയാണ് തേജസ്സിന്റെ നിലവാരത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ദൈവത്തോട് അടുത്ത് വരുവാൻ കഴിയുന്നതിൽ 3 തേജസ് നിലവാരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രാകാരത്തിലുള്ളവരുണ്ട്. അവർ ഭൗമിക തേജസ്സുള്ളവരായിരിക്കും. അവർക്ക് ഇവിടം വരെ വരാൻ സാധിക്കും. പിന്നീടുള്ളത് 60 മേനിയോടുള്ള ബന്ധത്തിലുള്ള തേജസ്സിന്റെ ഗണത്തിൽപ്പെടുന്നവരാണ്. അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ആ സ്ഥലം എവിടം വരെയാണ്? 100 മേനിയുള്ള 100% സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തേജസ്സിന്റെ പുത്രന്മാർ ദൈവത്തോട് അടുക്കുവാൻ, അവനോട് അടുത്ത് ചെല്ലുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തെയാണ് യഥാർത്ഥ ക്രിസ്തു സ്വതന്ത്രമാക്കിയാൽ നാം സാക്ഷാൽ സ്വതന്ത്രരായി എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നപ്പോൾ നമുക്കറിയാം, ഒരു പ്രസിഡന്റിന്റെ പാലസോ എവിടെയും രാജാക്കന്മാരുടെ കൊട്ടാരമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും രാജാവിൻ്റെ അടുത്ത് ചെല്ലാൻ കഴിയത്തില്ല. ചെല്ലാൻ പറ്റുന്നത് നമുക്കറിയാം, രാജ്ഞിക്ക് ചെല്ലാൻ പറ്റും. വളരെ അടുത്ത ആൾക്കാർക്ക് മാത്രമേ അവൻ്റെ മുഖം കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ദൈവത്തോട് അടുത്ത് ചെല്ലാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ക്രിസ്തു മുഖാന്തരമുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ അവർ ഭൗമികമായ തേജസ്സിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ കണ്ടു. പൂർണ്ണമായിരിക്കുന്ന ദൈവത്തിന്റെ തേജസ്സോടെയല്ല അവർ കണ്ടിരിക്കുന്നത്. കാരണം അവർ ഭൗമിക മണ്ഡലത്തോടുള്ള ബന്ധത്തിലാണ് കർത്താവിനെ കണ്ടത്. എന്നാൽ പൂർണ്ണതയുള്ള ക്രിസ്തുവിനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് മനുഷ്യരാരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ പോലും ഇന്ന് വരെയും പൂർണ്ണതയുള്ള ദൈവതേജസ്സോടുകൂടിയ ദൈവത്തെ കണ്ടിട്ടില്ല. ആദം കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കാണാൻ പറ്റിയിരുന്നത് ഭൗമിക തേജസ് ഉണ്ടായിരുന്നു. അവർക്ക് കാണാൻ പറ്റുന്ന ഒരു മണ്ഡലം ഉണ്ടായിരുന്നു. അതിലേ അവർ കണ്ടുള്ളൂ. അതല്ലാതെ തേജോമനായിരിക്കുന്ന ദൈവത്തിന്റെ പൂർണ്ണതയിൽ ആരും കണ്ടിട്ടില്ല. എന്നാൽ അത് വെളിപ്പെടാൻ പോകുന്നത് പൊതുവാന ഭൂമിയിലാണ്. തേജസ്സിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ദൈവമക്കളാണ് നമ്മൾ. അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യപദവി. മണവാട്ടിയിൽ അവനോട് ചേരുക എന്നതൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അതാണ്. അപ്പോൾ 100 മേനിലേക്ക് എത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിന്ന് അതിലേക്ക് പോകുന്നതിന് മുമ്പായി ഇനി ഈ മരണ പുനരുത്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു പോയാൽ സമയം പോകും. അതുകൊണ്ട് വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വിരൽ ചൂണ്ടിയായി എടുത്ത മേലാൽ സംഭവിക്കാനുള്ള വിഷയം എങ്ങനെ പഠിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നാം സവിസ്തരം ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. ആരും മറന്നുപോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധ്യായക്രമത്തിലല്ല നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത്. 3-ാം അധ്യായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മേലാൽ സംഭവിക്കാനുള്ളത് കാണിച്ചു തരാമെന്നുള്ളതിൽ മേലാൽ സംഭവിക്കാനുള്ളതിൽ ഏറ്റവും അതിപ്രധാനമായ സംഭവം ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭയുടെ എടുക്കപ്പെടലുമാകുന്നു. അത് വെളിപ്പാട് പുസ്തകത്തിൽ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇത്രമാത്രം പ്രസക്തമായ ഒരു കാര്യത്തെ വെളിപ്പാട് പുസ്തകത്തിൽ സംഭവങ്ങളെക്കുറിച്ച്, അഥവാ
ഭാവികാല സംഭവങ്ങളെക്കുറിച്ച് രചിച്ചിരിക്കുന്ന വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ലേ എന്നുള്ളതാണ് പ്രധാന ചോദ്യമായിരുന്നത്. അപ്പോൾ അത് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അത് എങ്ങനെയാണ് അതാണെന്ന് വെളിപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനായിട്ട്. അതിനുവേണ്ടി വെളിപ്പാട് പുസ്തകത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദൈവാത്മാവ് ഇതിനെ ലോക്ക് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഒരു വചനം ഉപയോഗിച്ച്, ഒരു താക്കോൽ വാക്യം ഉപയോഗിച്ചാണ് നമ്മൾ ഈ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇനി സംഭവിക്കാനുള്ള വിഷയത്തിൽ ഏറ്റവും പ്രധാന സംഭവമായിരിക്കുന്ന കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം, അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇപ്പൊ വെളിപ്പാട് പുസ്തകം 3 അധ്യായം മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ എവിടെയെങ്കിലും അത് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് സംസാരിക്കാതെ ലോകത്തിൽ അത്രമാത്രം ശ്രേഷ്ഠമേറിയ ഭാവികാല സംഭവങ്ങളിലെ ഏറ്റവും അതിപ്രാധാന്യതയുള്ള വിഷയം സംസാരിക്കാതിരുന്നാൽ പിന്നീട് എന്താണ് ഭാവികാല സംഭവങ്ങളെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്നത്? പലരുടെയും പഠനം, പലരും ചിന്തിക്കുന്നത് 4 അധ്യായം 1 വാക്യത്തോടു കൂടി ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തിൽ ദൈവസ കയറിപ്പോയി എന്നുള്ള ചിന്തയിലേക്ക് പരിമിതപ്പെടുത്തുമ്പോൾ അതല്ല. അത് യോഹന്നാൻ എന്ന ദൈവത്തിന്റെ അപ്പോസ്തലനാണ് ആത്മവിഷയത്തിലേക്ക്, അവന്റെ ശ്രദ്ധത്തിലേക്ക് എടുക്കുന്നതാണ് എന്നുള്ളത് 4 അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തതയുള്ളതാണ്. അതിൽ സഭയ്ക്ക് എടുക്കപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നീട് എവിടെയാണ് ദൈവസഭ എടുക്കപ്പെടുന്നത്, എന്താണ് ഭാവികാല സംഭവങ്ങളുടെ പ്രധാന വിഷയങ്ങൾ രേഖപ്പെടുത്തിയത്, എങ്ങനെയാണ് അത് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ച് നാം അതിൻ്റെ താക്കോൽ വാക്യമായിട്ട് 110 സങ്കീർത്തനം 1 വാക്യമാണ് ഉപയോഗിച്ചത്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതവിടമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന വചനം, അത് നിവൃത്തിയാകുന്നത് എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയത് 404 വാക്യങ്ങളുള്ള വെളിപ്പാട് പുസ്തകത്തിന്റെ മധ്യഭാഗത്തായി വെളിപ്പാട് പുസ്തകം 12 അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടനുബന്ധമായിട്ടാണ് നമ്മൾ അവിടേക്ക് പ്രവേശിക്കാൻ 12 അധ്യായത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതവിടമാക്കുവോളും നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. ആ പ്രവചനത്തിൽ 2 ഭാഗമുണ്ട്. ഒന്ന്, യേശുക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഇപ്പോൾ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത് അതെല്ലാവർക്കും അറിയാം. നമ്മൾ സുവിശേഷങ്ങൾ അവസാനം പറഞ്ഞിരിക്കുന്ന കർത്താവ് സ്വർഗാരോപണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് തേജസ്സുള്ളതായിട്ടിരിക്കുന്നു. എന്ന് വരെ ഇരിക്കും എന്ന് ചോദിക്കുമ്പോൾ ആ ഉത്തരവതാണ്, പിതാവാൻ ദൈവം ക്രിസ്തുവിന്റെ ശത്രുക്കളായിരിക്കുന്ന സാത്താനെ അവന്റെ സൈന്യത്തെയും ഭൂമിയാകുന്ന പാതപീഠത്തിലേക്ക് തള്ളിക്കളയുന്ന വരെയാണ് കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന അന്തരം നടക്കുന്ന സംഭവം എന്താകുന്നു എന്നുള്ളത് അത് വെളിപ്പാട് പുസ്തകം 12 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കും. പിന്നീടുള്ള സാത്താനിക മഹോദ്രവത്തെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 12 അധ്യായത്തിൽ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് പ്രധാനപ്പെട്ടതായ വിഷയം. അത് സംഭവിക്കാൻ പോകുന്നു. അതൊരു യുദ്ധമാണ്. മധ്യാകാശത്ത് വെച്ചുണ്ടാകുന്ന യുദ്ധം. അന്ന് മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാശും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ പാദപീഠമാക്കുന്ന സന്ദർഭം എവിടെ നടക്കുന്നു എന്നുള്ളത് ഭാവികാല സംഭവത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം 12 അധ്യായം 9 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 110 സങ്കീർത്തനം 1 വാക്യം എടുത്ത് പഠിക്കാതെ ആർക്കും തന്നെ വെളിപ്പാട് പുസ്തക പഠനം പഠിക്കാൻ കഴിയത്തില്ല. 12 അധ്യായം പഠിക്കാത്ത ഏതെല്ലാം പ്രസംഗിച്ചാലും ഏതെല്ലാം രീതിയിൽ വെളിപ്പാട് പുസ്തകത്തെ എങ്ങനെയെല്ലാം അവലോകനം ചെയ്താലും അതൊന്നും കൃത്യത കിട്ടത്തില്ല. പിന്നെ അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാം, ക്ലാസ്സിലെടുക്കാം, പഠിപ്പിക്കാം എന്നുള്ളതല്ലാതെ അതിൻ്റെ യഥാർത്ഥമായ പഠനത്തിലേക്ക് വരാൻ കഴിയത്തില്ല. എന്നാൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് ആ ഒരു നിലവാരത്തിലേക്കാണ് കഴിഞ്ഞ ദിവസത്തിലെത്തിയത്. താക്കോൽ വാക്യമായിട്ട് നാം ഉപയോഗിക്കുന്നത് സങ്കീർത്തനങ്ങൾ 110 1 അത് നിവൃത്തീകരിക്കപ്പെടുന്നത് വെളിപ്പാട് പുസ്തകത്തിന്റെ മധ്യഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതൊരു യുദ്ധത്തോടു കൂടിയാണ് സംഭവിക്കുന്ന. യുദ്ധം എന്തിനു വേണ്ടിയാണ്, എവിടെ വെച്ച് നടക്കുന്നു, അതിന്റെ പരിണതഫലം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് അതിന്റെ 12 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവസഭയുടെ മർമ്മികമായിരിക്കുന്ന മരണാനന്തര അവരുടെ പുനരുത്ഥാനവും സ്വർഗാരോഹണവും നടക്കപ്പെടുന്നതിനെ കുറിച്ച് അവിടെ ആലങ്കാരികമായ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 12 അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ സഭയുടെ
ദൂതുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിരിപ്പാൻ ഞാൻ എന്ത് ചെയ്യും, ജയം നൽകും എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോൾ ആരാണ് ജയാളികളാകുന്നുള്ളത് എന്നുള്ളത് 11-12 പറഞ്ഞത്, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ട് ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പോൾ ആരാണ് ജയാളികൾ, എങ്ങനെയാണ് ജയിക്കുന്നത് എന്നുള്ളത് വെളിപ്പാട് 11-14 പറഞ്ഞിരിക്കുന്നതാണ്. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നാം ജീവനേക്കാൾ അധികമായി നമ്മുടെ പ്രാണനേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കണം. അവൻ പ്രാണൻ തന്ന് സ്നേഹിച്ചെങ്കിൽ നമ്മുടെ പ്രാണൻ കൊടുത്തവനെ സ്നേഹിക്കുന്നതിനെയാണ് യഥാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം അത് പ്രാണൻ തന്ന സ്നേഹമാണ്. മണവാട്ടിയുടെ സ്നേഹവും പ്രാണനെ കൊടുത്തുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് ജയാളികൾ എങ്ങനെ തീരാം, ഒരു ജയാളിയായി തീരാം, ഒരു വിശുദ്ധന് വിശ്വാസിക്ക് എങ്ങനെ അവൻ ജയാളിയായി തീരാം എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം 12-11 അവർ അവനെ, അതായത് സാത്താനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഇപ്പം തികവിലേക്ക് എത്തണമെങ്കിൽ, വളർച്ചയിലേക്ക് എത്തണമെങ്കിൽ, ക്രിസ്തുവിന്റെ തികവിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പോൾ നമ്മുടെ പ്രാണനേക്കാൾ ഉപരിയായി യേശുവിനെ സ്നേഹിക്കുന്നവരെയാണ് ആത്മീയാർത്ഥത്തിൽ ജയാളികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ലവോദിക്ക സഭയുടെ ഉൾപ്പെടെ 7 സഭകളുടെ ദൂത് പറയുമ്പോൾ ജയിക്കുന്നവനെല്ലാ അർത്ഥത്തിലും പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം കർത്താവ് ചോദിക്കുന്നത്, നീ ഇവയിൽ എല്ലാറ്റിനേക്കാൾ അധികമായി, നിന്റെ പ്രാണനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ നിന്നെ സ്നേഹിച്ചത് നിന്റെ പ്രാണൻ തന്നാ സ്നേഹിച്ചതെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്ന് രാത്രിയിൽ നമ്മോട് ചോദിക്കുക, അതെ, ആ ഒരു സ്നേഹം നമുക്കുണ്ടോ? അതെ, ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, അവരുടെ രക്തം നമ്മോട് സാക്ഷീകരിക്കുകയാണ്. അതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. അതെ, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, രക്തം കുണികളെ വിലയ്ക്ക് വാങ്ങി, നീ അറുക്കപ്പെട്ടത്, നിന്റെ ജീവൻ തന്നത് എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാ. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവനെ അങ്ങേക്കായി സമർപ്പിച്ചിരിക്കുന്നു. ആ ഒരു സമർപ്പണത്തെയും ജീവിതത്തെയുമാണ് ജയാളികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ ജയാളികൾ ആര് എന്ന് പറയുമ്പോൾ സാത്താനെ പരാജയപ്പെടുത്തുന്നവർ. അവൻ വൈരാഗ്യമാണ്, അവൻ ബോഷ്കാണ്, അവൻ അസൂയയാണ്, പകയാണ്, പിണക്കമാണ്, വൈരമാണ് സാത്താൻ. അവൻ ശത്രുത്വമാണ്, അവനിൽ മുഴുവനും തികഞ്ഞിരിക്കുന്ന മുഴുവനും വെറുപ്പിന്റെ ശക്തിയാണ്. എന്നാൽ ക്രിസ്തുവിൽ സ്നേഹത്തിന്റെ നിറവാണുള്ളത്. അവനിൽ സന്തോഷമാണ്, സമാധാനമാണ്, നിത്യജീവനാണ്. ഇന്ന് രാത്രിയിൽ ആ യേശുവിനെ സ്നേഹിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിറഞ്ഞൊഴുകുന്നത് സ്നേഹത്തിന്റെ ദൈവത്തിന്റെ വചനമായിരിക്കും. രാത്രിയിൽ അവനെ ജയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മണവാട്ടി സഭയെക്കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. ഇസ്രായേൽ അല്ല യേശുവിനെ സ്നേഹിക്കുന്നത്. ഇസ്രായേലിന് യേശുവിനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അവർ ഇന്ന് വരെ സ്നേഹിച്ചിട്ടില്ല. ഇസ്രായേലിന് സ്നേഹിക്കാൻ കഴിയത്തുമില്ല. അവർ സുവിശേഷ നിമിത്ത ശത്രുക്കളാണ്. അവർക്ക് യേശുവിനെ അംഗീകരിക്കുന്നത് കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിൽ കുത്തിയവെങ്കിലേക്ക് നോക്കിയാണ് അവർ കർത്താവിനെ മനസ്സിലാക്കുന്നത്. എന്നാൽ യേശുവിനെ ജീവനേക്കാൾ തുല്യമായി, പ്രാണനേക്കാൾ, നമ്മുടെ സ്വന്തം പ്രാണനേക്കാൾ അധികമായി സ്നേഹിക്കുന്നത് ദൈവസഭയുടെ തികവാകുന്ന ദൈവമക്കളാണ്. അവരെയാണ് മണവാട്ടി സഭ എന്ന് പറയുന്നത്. മണവാളനെ ജീവനേക്കാൾ തുല്യമായി സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയുമാണ് മണവാട്ടി സഭയുടെ അംഗം. അവരെയാണ് ആദ്യജാതന്മാരുടെ സഭ എന്ന് പറയുന്നത്. അവരെങ്ങനെ ജയിച്ചു എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയപ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 2 പ്രധാന കാര്യങ്ങളെ പറയുകയാണ്. ദൈവത്തിന്റെ ശത്രുവായി തീർന്ന, മരണമായിരിക്കുന്ന, വൈര്യമായിരിക്കുന്ന അവൻ ഏറ്റവും അധപ്പതിച്ച നിലവാരത്തിലായി വൈരാഗ്യമായി തീർന്ന ശത്രുത്വമായ സാത്താനെ, ശത്രുവിനെ പാതപീഠമാക്കുമ്പോൾ യേശുവിനെ സ്നേഹിക്കുന്ന, ദൈവത്തെ പ്രാണനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം സ്വർഗീയ സിംഹാസനത്തിൽ ഇരുത്തും. അതിനെയാണ്
വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതുവരെയും യേശുവിനെ സ്നേഹിക്കേണ്ടത് പോലെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ദൈവ വചനത്തിന്റെ ആത്മാവിന്റെ ദൂതിൽ പറയുക, നമുക്കെല്ലാറ്റേക്കാൾ ഉപരിയായി മരണപര്യന്തം അവര് എന്ത് ചെയ്തില്ല, തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഇതിനെയാണ് വളർച്ച എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെയാ സ്നേഹിക്കുന്നത് അറിയാമല്ലോ? അവന്റെ വചനത്തെ നാം അനുസരിച്ചാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്. ദൈവവചനം സ്നേഹിക്കുകയാണെങ്കിൽ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധി ഉണ്ടാകും. ജോലി സ്ഥലത്തുണ്ടാകും, വീട്ടിലുണ്ടാകും, നാട്ടിലുണ്ടാകും, എല്ലായിടത്തും കർത്താവിന് വേണ്ടി നാം നിഷ്കളങ്കമായി നിർമ്മലമായി ജീവിപ്പാൻ ഒരുങ്ങുമ്പോൾ ഒരുപാട് തടസ്സമുണ്ടാകും. പക്ഷേ ഇവിടെ പറയുന്നത് നാം അതിനെ ജയിക്കണമെന്നാണ്. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് നാം ജയിക്കുന്ന നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല. മണവാട്ടി സഭയെ, തികവിലേക്ക് എത്തുന്ന ദൈവസഭയെ നാം ജയിക്കുന്നത് നമ്മുടെ കായിക ബലം കൊണ്ടല്ല, നമ്മുടെ സംഘടനാശക്തി കൊണ്ടല്ല, നമ്മുടെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടല്ല നാം ജയാളികളാകുന്നത്. ദൈവസഭ ജയാളികളാകുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാലാണ് നാം ജയം പ്രാപിക്കുന്നത്. അവന്റെ ജീവന്റെ ശക്തിയാലാണ് മരണത്തെ നാം പരാജയപ്പെടുത്തുന്നത്. അവന്റെ രക്തം ഹേതുവായിട്ടും ക്രിസ്തുവിന്റെ ജീവൻ മുഖാന്തരം, ആ വെളിച്ചം മുഖാന്തരം ഇരുളിനെ പരാജയപ്പെടുത്തുന്നവരാണ് ജയാളികളായിരിക്കുന്നത് ദൈവസഭ. അപ്പോൾ നമ്മളിൽ ആ വെളിച്ചമാകുന്ന സ്വാതന്ത്ര്യം എല്ലാ ദിവസവും വർദ്ധിച്ചു വന്ന് നാം അവന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുമ്പോഴാണ് നാം ജയാളികളായിത്തീരുന്നത്. അപ്പോൾ ഇരുളിന്റെ ശക്തി പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ സാത്താനെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും തങ്ങളുടെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ആയിട്ടും ജയിച്ചു. ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. രാത്രി ഈ മർമ്മം മനസ്സിലായെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് വെളിപ്പാട് സമാധാനാധ്യായത്തിൽ നമ്മൾ മനസ്സിലാകുന്ന. ഒന്ന്, സാത്താൻ, ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന സാത്താൻ ഭൂമിയാകുന്ന പാതപീഠത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ ഈ പാതപീഠമാകുന്ന ഭൂമിയിലേക്ക് ഒരുവൻ താണിറങ്ങി വന്നു. സ്വന്തം സകല മഹിമയും വെടിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി ഒരുവൻ ഈ ലോകത്തിൽ വന്നു. അവനെ അനുഗമിക്കാൻ വേണ്ടി തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. തന്നെത്താൻ ഉയർത്തിയ സാത്താൻ താഴ്ത്തപ്പെടുമ്പോൾ അവന് പിന്നെയും താഴ്ച മാത്രമേ ഉള്ളൂ. സാത്താന്റെ വീഴ്ചകളെ കുറിച്ച് നമ്മൾ പഠിക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഇവിടുന്ന് ഉയർത്തപ്പെടുവാൻ വേണ്ടി ഒരുക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. നാം ക്രിസ്തുവിന്റെ മാതൃക, അവൻ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ വന്നു. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുശ്രമമുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്റെ ജീവനെ സ്നേഹിക്കാതെ പിതാവിന്റെ ഇഷ്ടമനുസരിക്കാൻ വേണ്ടി മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത അനുസരണം തികവുള്ളതായെങ്കിൽ ദിവസങ്ങളിൽ ഒരു കൂട്ടം ജനം, അതെ, കഴിഞ്ഞ 2000 വർഷമായി 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് സഭ സ്ഥാപിതമാക്കി അന്ന് മുതൽ സ്തെഫാനോസിനെ പോലുള്ള നമുക്കവരെ കാണാൻ സാധിക്കുന്നത്, അതെ, വിശുദ്ധന്മാർ തങ്ങളുടെ പ്രാണനെ അവർ സ്നേഹിക്കാതെ ദൈവനാമത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത രക്തസാക്ഷികൾ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന അനേകർ കണ്ണുനീരും ദുഃഖത്തിലും പ്രയാസത്തിലും വംശങ്ങളിലും ഭാഷകളിലും ഗോത്രങ്ങളിലും ഒക്കെ വേർതിരിഞ്ഞ് വന്നിരിക്കുന്നവർക്ക് പുറമെ ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അകത്തവർ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു വിടുതലുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ദിവസങ്ങളിൽ അങ്ങനെ ജയാളികളായി തീർണം. അതാണ് ഇവിടെ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ ശത്രു പാതപീഠമാകുമ്പോൾ ദൈവത്തിന്റെ മിത്രമായിരിക്കുന്ന എല്ലാവർക്കും പറയാൻ കഴിയുമോ? ഹൃദയത്തിൽ പറയാൻ കഴിയുമോ? ഞാൻ ശത്രുവായിരുന്നു, ശത്രുത്വമുള്ളവനായിരുന്നു. എൻ്റെ ശത്രുത്വത്തെ നീക്കി എന്നെ മിത്രമാക്കി തീർത്ത, അത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന അവന്റെ ഒരു മണവാട്ടിയെ പോലെ അവൻ എന്നെ ആക്കി തീർത്തു. ആ സ്നേഹമുള്ളവരെ യേശു കർത്താവ് കൊണ്ടുവരുവാൻ, അവരെ കൊണ്ടുപോകുവാൻ, അവരെ ചേർക്കുവാൻ യേശു വരുന്നു. അത് നടക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിന്റെ കാതലായ വിഷയം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. വെളിപ്പാട് ദിവസം 12-ാം അധ്യായം വായിച്ചിട്ട് ഇന്ന് വരെയും മനസ്സിലായിട്ടില്ലെങ്കിൽ, ഈ വിഷയം മനസ്സിലായെങ്കിൽ ഞാൻ വെളിപ്പാട് ദിവസം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിപ്പാൻ താല്പര്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ പുനരുത്ഥാന നിലകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തുമ്പോൾ അതിനോട് വരും. അതുകൊണ്ട് ഇന്ന് മുതൽ വെളിപ്പാട് ദിവസം നമ്മൾ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, അഥവാ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭയുടെ എടുക്കപ്പെടലും എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള ആധികാരികമായ പഠനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. 12-ാം അധ്യായം
അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുന്നു. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴെ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. ഇതാണ് വെളിപ്പാട് 12:1-2 വാക്യങ്ങൾ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗത്തിൽ വലിയൊരു അടയാളം ഉണ്ടായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. സ്വർഗം എന്ന് പറയുമ്പോൾ പർദീസയാണ്. നമ്മളതിന് മധ്യാകാശം എന്നും പറയുന്നു. മധ്യാകാശം എന്ന് ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മളതിനെ വ്യാഖ്യാന അർത്ഥത്തിൽ പറയും ഭൂമി, പർദീസ, സ്വർഗം എന്നുള്ള നിലവാരത്തിൽ ആണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഭാഗത്തെയാണ് മധ്യാകാശം അല്ലെങ്കിൽ പർദീസ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കാണുന്ന ശൂന്യാകാശമല്ല മധ്യാകാശം. അപ്പോൾ അത് സ്വർഗമാണ്. സ്വർഗം വേറെയാണ്. അപ്പോൾ ഈ ഒറ്റ വാക്യത്തിൽ എടുത്തെല്ലാവരും പിടിക്കരുത്. സ്വർഗം വേറെയാണ്. സ്വർഗത്തിൽ സാത്താൻ പ്രവേശിക്കത്തില്ല, അവിടെ അവന് ചെല്ലാൻ കഴിയത്തില്ല. എന്നാൽ സ്വർഗത്തിൽ അവന് ചെല്ലാൻ കഴിയും, പർദീസിലെത്താൻ കഴിയും. അവൻ അവിടെ നിന്നാണ് വെട്ടപ്പെട്ടവനായി താഴേക്ക് വീണത്. അവിടം വരെയുള്ള സ്വാതന്ത്ര്യം അവന് കൊടുത്തിട്ടുണ്ട്. എന്താണ് സ്വർഗത്തിൽ കണ്ട അടയാളം? എന്താണ്? നമുക്ക് വേദപുസ്തകത്തിൽ നിരവധി അടയാളങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ 2 പ്രധാന അടയാളങ്ങളെ വെളിപ്പെടുത്താൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഒരടയാളമായിട്ട് യെശയ്യാപ്രവചനം 7:14 പറഞ്ഞു, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. ആ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അതൊരു അടയാളം. 7:14 ഇസ്രായേൽ ജനം അവർ അടയാളം അന്വേഷിക്കുന്നതല്ല. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. നമുക്ക് എപ്പോഴും അടയാളങ്ങളാണ് വേണ്ടിയത്. എന്നാൽ ദൈവമക്കളെ, നമ്മൾ അടയാളം തേടി നടക്കുന്നത്. ഇപ്പം ചിലർക്ക് എന്നോട് ചിലർ ചോദിച്ചു, കർത്താവ് വരുന്നൊരു അടയാളമൊക്കെ അല്ലേ ഇപ്പം നടക്കുന്നത് ചോദിച്ചു. ഞാൻ അടയാളം നോക്കി ജീവിക്കുന്നതല്ല, ലക്ഷണങ്ങൾ കണ്ട് നോക്കി നടക്കുന്ന ലക്ഷ്യത്തിലേക്ക് നടക്കുന്നവനാ. ലക്ഷണങ്ങൾ മാറിക്കൊണ്ടിരിക്കും. മഹാമാരി വന്ന് കോവിഡ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. ഭൂകമ്പം വരുമ്പോൾ കൊടുങ്കാറ്റ് വരും, ഇപ്പം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷണങ്ങൾ കണ്ടല്ല ഒരുങ്ങേണ്ടത്, ലക്ഷ്യം കണ്ടാണ് ഒരു ഭക്തൻ ഒരുങ്ങേണ്ടത്. അപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ തേടിയല്ല നാം പോകുന്നത്. അടയാളങ്ങൾ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എത്രയോ നാളുകളെ പാടാൻ തുടങ്ങിയിട്ട് 1-ാം നൂറ്റാണ്ട് മുതൽ പാടാൻ തുടങ്ങിയതാ അടയാളങ്ങൾ. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നുവരെയും യേശു വന്നിട്ടില്ല. യേശു വരാത്തതുകൊണ്ട് ആർക്കും നഷ്ടം ഉണ്ടായിട്ടില്ല, ഓട്ടോ ലാഭം മാത്രമേ ഉള്ളൂ. ഒരു 100 വർഷം മുമ്പ് യേശു വന്നിരുന്നെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് വരത്തില്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് വരാൻ താമസിച്ചത് നമ്മളെ കൂടി കണക്ക് കൂട്ടിക്കൊണ്ടാണ്. ചില ആൾക്കാർ കൂടി ഇതിലേക്ക് തികവിലേക്ക് എത്താനുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം മണവാട്ടി സഭയുടെ എണ്ണത്തിൽ ഒരു എണ്ണം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ 2000 വർഷം തികയാത്തത് കൊണ്ടാണ് കർത്താവ് വരാതിരിക്കുന്നത്. വണ്ടി കാത്തിരുന്ന് വന്നില്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. ജോലി കിട്ടിയില്ലെങ്കിൽ വിഷമമുണ്ടാകും, മക്കളുണ്ടായില്ലെങ്കിൽ പലരും കാത്തിരിക്കും. ഭൗതിക ജീവിതത്തിൽ എല്ലാത്തിനും നമുക്ക് വിഷമമുണ്ടാകും. എന്നാൽ സ്വർഗീയ കാര്യത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് അത് ലഭിക്കാതിരിക്കുന്നതുകൊണ്ട് നഷ്ടം വരുന്നില്ല. ഞാൻ കാത്തിരുന്ന് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാലും ഞാൻ തികവിലാണ് മാറ്റപ്പെടുന്നത്. എൻ്റെ കർത്താവ് വരുമ്പോൾ എന്നെ ചേർത്തുകൊള്ളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുത്തന് ലജ്ജിച്ചു പോകുകയെന്ന് പറയുന്നതാണ്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക ശക്തിയെ പുതുക്കുമെന്ന് പറഞ്ഞതാ. എല്ലാ ദിവസവും കാത്തിരുന്ന് നാം എന്ത് ചെയ്യാണ്? തികവിലേക്ക് എത്തി മറയപ്പെടുന്നല്ലേ നല്ലത്. ഒരു ദിവസം കാത്തിരുന്ന് വന്നില്ല എന്ന് പറഞ്ഞ് മുഷിഞ്ഞ് പിന്മാറിപ്പോകുന്നതാണോ? അല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാത്തിരിപ്പ്, ആത്മീയ കാത്തിരിപ്പ് നമ്മൾ ശക്തിയെ പുതുക്കുന്നതാ, പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാ, സന്തോഷം വർദ്ധിപ്പിക്കുന്ന. ഭൗതിക നമ്മുടെ കാര്യങ്ങൾ കാത്തിരിപ്പ് മടുപ്പുണ്ടാക്കും. അവിടെ കഥ ഞാൻ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ഈ ഭൗതിക വിഷയതയോട് പ്രാർത്ഥിക്കുമ്പോഴാണ് മടുത്ത് ഒരുപാട് പേർ. അതല്ലേ നമ്മുടെ പ്രാർത്ഥനാ വിഷയം. അതല്ലേ നമ്മുടെ എല്ലാവരുടെയും പ്രധാന 99% പ്രാർത്ഥനയുടെ പ്രധാന ലക്ഷ്യം എന്താ? ഞാനുൾപ്പെടെ എല്ലാവരുടെയും പ്രാർത്ഥന വിഷയം അതാ. മടുപ്പുളവാക്കുന്ന ഭൗതിക വിഷയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥന. കഥ അറിയത് പ്രാർത്ഥിച്ചാൽ മടുത്തു പോകും. ഇപ്പം പ്രദേശത്തിന് കിട്ടിയില്ലെങ്കിൽ നീ മടുത്തു പോകും. ജോലിക്ക് വേണ്ടി കാത്തിരുന്ന് കിട്ടിയില്ല, തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്ന് കിട്ടിയില്ല, കല്യാണത്തിന് വേണ്ടി കാത്ത് നടന്നില്ല. അങ്ങനെ പല വിഷയങ്ങൾ നോക്കുമ്പോൾ നടക്കാതെ വരുമ്പോൾ മടുത്തു പോകും. 99% നമ്മുടെ പ്രധാന വിഷയം ഭൗമികമാണ്. അത് മടുപ്പുളവാക്കുന്നതാണ്. കാത്തിരിപ്പ് മടുപ്പുളവാക്കുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുവിന് വേണ്ടി കാത്തിരുന്നത്, ഇന്നലെ കർത്താവ് വരണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് അത് പറയുമ്പോൾ
നമുക്ക് യാതൊരു വിഷമവും ഇല്ല പറയാൻ. കാരണം എന്താ? ഇന്ന് വരാത്തത് കൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല. കർത്താവിനൊരു കാര്യം കൂടി ചെയ്യുവാനുണ്ട്. ചിലർ കൂടി തികയ, അല്ലെങ്കിൽ ഞാൻ തികയാനുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ യേശു വരാത്തത്. അതുകൊണ്ട് നമ്മളതിൽ വീണ്ടും പറയുമ്പോഴും നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അപ്പോൾ ആത്മീയ കാത്തിരിപ്പിന് മടിപ്പുണ്ടാകത്തില്ല. അത് നമ്മളിൽ ശക്തിയെ പുതുക്കും. നാളെയും കാത്തിരിപ്പാനുള്ള ഊർജ്ജം നമ്മളിൽ പകരും. ഭൗതിക വിഷയത്തിന്മേൽ ഒരു സമയം കഴിഞ്ഞു കഴിയുമ്പോൾ അബ്രഹാമൊക്കെ ക്ഷീണിക്കേണ്ട സമയം വന്നപ്പോഴും അവർ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിളിച്ച ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവർ വിശ്വാസ ശക്തിപ്പെട്ട് ദൈവത്തിന് അവരെന്ത് ചെയ്തു? അവര് മഹത്വം കൊടുക്കുവാനിടയായിരുന്നു. അതുകൊണ്ട് ദിവസങ്ങളിൽ ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ച് ആരും ക്ഷീണിതരായി തീരരുത്. നാം ദിവസങ്ങളിൽ ശക്തിപ്പെട്ട് വിശ്വാസശക്തി, ഇന്ന് രാത്രിയിൽ വിശ്വാസശക്തിപ്പെട്ട് മനസ്സിനെ ഭാരപ്പെടുത്തുന്ന, നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ, നടക്കാതിരിക്കുന്ന വിഷയങ്ങൾ, ഹൃദയത്തിന്റെ നോവുകളായി കാണുന്ന വിഷയങ്ങളെ നാം ദിവസങ്ങളിൽ മടുത്തുപോകാതെ അതിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിന് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതിൽ നിരാശപ്പെട്ട് മടുത്തു പോകരുത് എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. എന്നാൽ ആത്മീയ ജീവിതത്തിൽ നമുക്ക് പറയാം, കർത്താവെ അങ്ങ് വരാതിരിക്കുന്നത് ഞാൻ ഒരുക്കപ്പെടാനുണ്ട്, അല്ലെ എന്നെ പൊലിച്ചുള്ള കൂടി ഒരുക്കപ്പെടാനുണ്ട്. ആ പ്രത്യാശയിൽ മുന്നേറുവാനും കർത്താവ് സഹായിക്കട്ടെ. ഇപ്പൊ ഇവിടെ അടയാളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ അടയാളം പറഞ്ഞത് നിവൃത്തിയായി. ഇവിടെ നിവൃത്തിയായത് അത് ലൂക്കോസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അടയാളമോ എന്ന് പറഞ്ഞ് ശീലുകൾ ചുറ്റിയ ഒരു കുഞ്ഞ് എന്ത് ചെയ്യും? പശുത്തൊട്ടിയിൽ കിടത്തി. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തെളിവിലേക്ക് പോകുന്നത് ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് അടയാളമോ. ഇനി വരുന്ന മാസം നമ്മൾ ഇതേക്കുറിച്ചുള്ള പ്രസംഗങ്ങളാണ് ലോകമെമ്പാട് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടയാളമോ എന്ന് പറഞ്ഞുകൊണ്ട് പശുത്തൊട്ടിയിൽ ഒരു പാവ പൊതിഞ്ഞിട്ട് ഇടുന്നതല്ല യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള ഒരു പാവയെ നോക്കിയല്ല നമ്മൾ പാട്ട് പാടുന്നത്. 2000 വർഷം മുമ്പ് മനുഷ്യപാപത്തിന് വേണ്ടി പഴയ നിയമ പ്രവാചകന്മാരായിരിക്കുന്ന പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിന് അടയാളമായി ശേരുകൾ ചുറ്റി പശുത്തൊട്ടിയിൽ ഒരുവൻ കടന്നിരുന്നു. അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. അവൻ സാക്ഷാൽ മനുഷ്യനായി ലോകത്ത് ജനിച്ച് അവൻ വളർന്ന് 33 വയസ്സിൽ മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീർന്ന് അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന എന്നേക്കും പുത്രനായി തീർന്ന ക്രിസ്തുയേശു എന്ന മഹാദൈവമാണ് നമ്മുടെ ദൈവം. ആ അടയാളത്തെ പൂർത്തിയായി നിവൃത്തീകരിക്കപ്പെട്ടു. ഇതാണ് മത്തായി സുവിശേഷം 1-ാം അധ്യായം 21. കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുവാൻ ദൈവം നമ്മോട് കൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ച് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തിയത്. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ലൂക്കോസ് രേഖപ്പെടുത്തി. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 2-ാം അധ്യായത്തില് ഞാനത് വായിക്കാം. കാരണം അത് അടയാളം ആണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി പോകുന്നത് ഈ ഇപ്പം നന്നായിരിക്കുമല്ലോ. അതെ, അടയാളം ആകാശിന്റെ സമയത്ത് പറഞ്ഞ കാര്യം, അത് നടക്കേണ്ട സമയത്ത് ഗബ്രിയേൽ വന്ന് പറഞ്ഞ സംഭവം നിവൃത്തിയായ 2-ാം അധ്യായം 12-ാം വാക്യം, നിങ്ങൾക്ക് അടയാളമോ ശീലുകൾ ചുറ്റി പശുത്തിട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ അടയാളം നിവൃത്തീകരിക്കപ്പെട്ടു. അപ്പോൾ യേശുക്രിസ്തുവാകുന്ന അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതിയാകേണ്ടവനെ അടയാളമായി പഴയ നിയമത്തിൽ ഇസ്രായേലിന് വെളിപ്പെടുത്തി കൊടുത്തു. അവൻ യഥാർത്ഥമായി വെളിപ്പെട്ടു എന്നുള്ളത് അടയാളമായി പശുത്തൊട്ടിയിൽ കിടക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തിയപ്പോൾ ആ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു. ഞാനിത് പറഞ്ഞു വരുന്നത് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചല്ല വെളിപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഭാഗമെടുത്ത് പഠിപ്പിക്കുന്നത്, മനസ്സിലാകുന്നത്. 12-ാം അധ്യായത്തിന്റെ സ്ത്രീയെക്കുറിച്ച് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ രണ്ടാമതായി പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമുണ്ട്. അത് യെശയ്യാവിന്റെ പ്രവചനം 66-ാം അധ്യായം 7-8 വാക്യങ്ങളാണ്. 66-ാം അധ്യായം 7-8 വാക്യങ്ങൾ. നമുക്കറിയാം, മിനി ബൈബിളാണ് യെശയ്യാവിന്റെ പ്രവചനം. 66 പുസ്തകങ്ങളെ ക്രോഡീകരിച്ച് 66 അധ്യായങ്ങളുള്ള മിനി ബൈബിൾ എന്ന് പറയുന്ന യേശയ്യാവിന്റെ പ്രവചനത്തിൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, എല്ലാ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് സഭയോടുള്ള ബന്ധത്തിലുള്ള ദൂതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന, നോവ് കിട്ടും മുമ്പ് അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പ് അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടനെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല എന്താണെന്നുള്ളത്. മനസ്സിലാകത്തില്ല. ഇത് പ്രവചനാത്മാവിൽ
അതിനെ നാം വ്യാഖ്യാനിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. രണ്ട് കാര്യം പറയുന്നു. ഒന്ന്, നോവ് കിട്ടും മുമ്പ് അവൾ പ്രസവിച്ചു. ആരാണ്? ഒരു സ്ത്രീ പ്രസവിക്കുന്നു. ഇതാരാണ്? ഏതാണ് സ്ത്രീ? ഇത് എന്തിനെയാണ് കുറിക്കുന്നത്? ഈ പഴയ നിയമ പ്രവചനം എവിടെയാണ് അതിന്റെ പൊരുളായി നിവൃത്തീകരിക്കപ്പെടുന്നത്? എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ, നമ്മൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം നിവൃത്തിയായത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം മത്തായി സുവിശേഷത്തിൽ നിവൃത്തിയായതിനു മുമ്പ് വിളിച്ചു പറഞ്ഞെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അടയാളം വെളിപ്പെടുത്തി നമുക്കത് മനസ്സിലാക്കി തന്നു. അങ്ങനെയാണ് യെശയ്യാവിന്റെ പ്രവചനം 66-ാം അധ്യായം 7-8 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിവൃത്തിയാകാത്തൊരു പ്രവചനമാണ്. എന്നാൽ അത് പ്രവൃത്തിയായേ മതിയാകുള്ളൂ. അതെവിടെ പ്രവൃത്തിയാകും എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവരുടെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. അപ്പോൾ വേദന വരും മുമ്പ് ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം അത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിവൃത്തിയാകുന്നു. എവിടെയാണ് നിവൃത്തിയാകുന്നത്? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. കണ്ണിമിക്കുന്നിടയിൽ. ഇതെല്ലാം കൂടി ചേർത്ത് പഠിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാകും ഈ യെശയ്യാവിന്റെ പ്രവചനത്തിൽ 66-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നോവ് കിട്ടും മുമ്പ് അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പ് അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചത്. മാർമികമായിട്ട് എഴുതിയിരിക്കുക. നോവ് എന്ന് പറഞ്ഞാൽ ഈറ്റുനോവാകുന്ന സാത്താനിക മഹോത്വത്തിനും പ്രസവ വേദനയാകുന്ന എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിനും മുമ്പായി ഈ സ്ത്രീ അവൾ പ്രസവിക്കും, ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും. ഇത് ചോദിക്കുകയാണ്, ഈ വക ആർ കേട്ടിട്ടുള്ളൂ? കർത്താവ് സംസാരിക്കുന്ന ആർ കേട്ടിട്ടുള്ളൂ? ആർ ഗ്രഹിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആർ കേട്ടിട്ടുള്ളൂ? എന്നാൽ ഇന്ന് രാത്രി നമുക്ക് പറയാം, പഴയ നിയമത്തിൽ അത് കേൾക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അവർക്കതിനുള്ള ഭാഗ്യമില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമവിശ്വാസി നമുക്കിത് കേൾവി മാത്രമല്ല, നമുക്കിതായിത്തീരാനുള്ള ഭാഗ്യകരമായ സ്വർഗീയ വിളിക്ക് നാം ഓഹരിക്കാരാണ്. ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ആര് കേൾക്കും, ആര് കാണും എന്ന് ചോദിക്കുകയാണ്. ചോദ്യമാണ്, ആര് കാണും, ആര് കേൾക്കും എന്നുള്ളത്. ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? നാമാണ് ആ ജാതി. ഒരു ജാതി, ഒരു ദേശം ഒരുമിച്ച് ജനിക്കാൻ പോകുകയാണ്. നാം അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകും. അപ്പോൾ ഈ ജാതി, ഒരു ജാതി എന്നുള്ളത് ഇസ്രായേൽ ഒരു ജാതിയായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജാതിയെ യെശയ്യാവിന്റെ പ്രവചനത്തിൽ അവസാന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റാരെയുമല്ല. വെളിപ്പെടുത്തിയിരിക്കുന്നത് അവന്റെ മണവാട്ടി സഭയാകുന്ന കുഞ്ഞാടിന്റെ കാന്തയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പറയുന്നത് ഇവിടെ വെളിപ്പാട് 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 5-ാം വാക്യം. അപ്പൊ ഇവിടെ ഈ പറയുന്ന ആൺകുട്ടി ഇതുവരെ ജനിക്കപ്പെട്ടിട്ടില്ല, അഥവാ പ്രസവിക്കപ്പെട്ടിട്ടില്ല. അതിനെ പ്രസവിക്കുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് ഈ വെളിപ്പാട് 12-ാം അധ്യായം 12-ാം അധ്യായത്തിൽ 1 മുതൽ അതിന്റെ 6 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് 12-1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് യെശയ്യാവിന്റെ പ്രവചനത്തിന്റെ പറഞ്ഞിരിക്കുന്ന ഈ 6-ാം അധ്യായത്തിന്റെ 66-ന്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം രേഖപ്പെടുത്തി. എന്നാൽ സിയോനോ നോവ് കിട്ടിയ ഉടനെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. എന്താണ് ഇതെന്നുള്ളത്? ഒന്ന്, ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. 2 പറഞ്ഞിരിക്കുന്നത് മക്കളെ പ്രസവിച്ചിരിക്കുന്നു. അപ്പോൾ 2 കൂട്ടരെ അല്ലെങ്കിൽ 3 കൂട്ടരെ അവിടെ നിന്ന് വെളിയിൽ നിന്ന് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ആൺകുട്ടി ഒരു പ്രത്യേക ഒരു ജാതിയാണ്. അതിനെ നോവ് കിട്ടുമ്പോൾ പ്രസവിക്കും. എന്നാൽ സിയോനോ നോവ് കിട്ടിയ ഉടനെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പുസ്തകത്തിൽ ഇടയുണ്ടെങ്കിൽ കയ്യിൽ പേനയുണ്ടെങ്കിൽ നോട്ട് ചെയ്തോ എന്താണുള്ളത്. യെശയ്യാവിന്റെ പ്രവചനം 66-ാം അധ്യായം 7-8 വാക്യങ്ങൾ എന്നുള്ളത്. അതിന്റെ 7-ാം വാക്യം, ആൺകുട്ടിയാകുന്ന ദാദിജാതന്മാരുടെ സഭ
12-ാം അധ്യായത്തിൽ എടുക്കപ്പെടുന്നതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മക്കളെ പ്രസവിച്ചു എന്നുള്ളത് നോവ് കിട്ടിയ ഉടനെ എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തുവിന്റെ ഭരണാരംഭത്തിൽ നടക്കുന്ന 2 സാക്ഷികളുടെ പുനരുത്ഥാനത്തിൽ ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നവരെയാണ് മക്കളെ പ്രസവിച്ചു എന്ന് രേഖപ്പെടുത്തി. 11-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇവിടെ കയറി വരുവീൻ എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവിടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴിക വലിയ പുകമുണ്ടായി. അപ്പോൾ 12-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിൽ പുറകോട്ടാണ് പോയത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ യെശയ്യാവിന്റെ പ്രവചനം 66-ന്റെ 7-8 പ്രവചനങ്ങൾ പഠിക്കാൻ വേണ്ടി നാം പഠിക്കുന്നത് 12-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് 7-8 വാക്യങ്ങൾ. അതിൻ്റെ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരും. അവിടെ ഇവിടെ കയറി വരുന്ന ശബ്ദത്തിൽ 2 സാക്ഷികൾ സ്വർഗത്തിലേക്ക് കയറി വന്നപ്പോൾ അത് മാർമികമായിട്ട് രേഖപ്പെടുത്തി. അപ്പൊ ഇത് യെശയ്യാവിന്റെ പ്രവചനത്തെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന വചനത്തെ നമുക്കതിനെ വെളിപ്പെടുത്തണ്ടേ, വ്യാഖ്യാനിക്കണ്ടേ, മനസ്സിലാകണ്ടേ? അത് അടച്ചു വെച്ച് നമ്മൾ വിട്ടിട്ട് പോയാൽ മതിയോ? പോരാ, ചോദിക്കണം. കർത്താവേ, ഇതെന്നാ നിറവേറപ്പെടുന്നത്? ചോദ്യം എന്നാ പൂർത്തീകരിക്കപ്പെടുന്നത്? ചോദിച്ചു കഴിയുമ്പോൾ മറുപടി നമുക്ക് ലഭിക്കും. കർത്താവ് പറയും, വെളിപ്പാട് പുസ്തകം തുറന്ന് വായിക്ക്, അതിൻ്റെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കേണ്ട രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാൻ ഗ്രഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വചനം ഞാനൊന്ന് മുന്നമേ പറഞ്ഞു പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ചില അടയാളങ്ങളോടുകൂടെ ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിവൃത്തീകരണമാണ്. ഇപ്പോൾ ആൺകുട്ടി ഏതാണ്, അത് പറഞ്ഞിരിക്കുന്നത് എവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് ലഭിക്കാൻ വേണ്ടിയാണ് ഇവിടെ നമ്മളിത് എടുത്ത് ചിന്തിപ്പാട്ടിടയാത്തുന്നത്. അപ്പോൾ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്വർഗത്തിൽ വലിയൊരു അടയാളമുണ്ടായി കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 ലക്ഷങ്ങളുള്ള കിരീടമുണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും വേദനപ്പെട്ടല്ലോ, നോവ് കിട്ടും മുമ്പല്ലേ എന്നുള്ള ചോദ്യം ഇവിടെ ഉണ്ടാകാം. 2 രീതിയിലുള്ള വേദനയുണ്ടൊന്ന്, ഇവിടുത്തെ വേദന എന്നുള്ളത് അത് കഷ്ടതയുള്ള ബന്ധത്തിലുള്ള വേദനയല്ല കാണിച്ചിരിക്കുന്നത്. അത് സർവ സൃഷ്ടികളും ഇന്ന് വരെ ഈറ്റുനോവോടിരിക്കുന്നല്ലോ എന്നുള്ള റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം എൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വേദനയാണ് ഇവിടെ നോവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സർവസൃഷ്ടിയും ഇന്ന് വരെ ഈറ്റുനോവോട് 2000 വർഷം മുമ്പ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവസഭയുടെ പുത്രത്വം പ്രാപിക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദനയാണ് ഈ പറഞ്ഞിരിക്കുന്ന നോവ്. അതല്ലാതെ സാത്താനിക മഹോത്തരമോ അതുപോലെ തന്നെ എതിർക്രിസ്തുവിന്റെ ഭരണത്തെക്കുറിച്ചോ അല്ല പറഞ്ഞിരിക്കുന്നത്. അത് കഷ്ടതയാകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് സംഭവിക്കുന്നത് ലോകാവസാനത്തിന് അന്ത്യ നാളുകളിലേക്ക് അടുക്കുന്ന സമയങ്ങളായിരിക്കും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 8-ാം അധ്യായം, റോമർക്കെതിരെ 8-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരുങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നല്ലോ. അത് ആദ്യദാനം ആകുന്ന ആത്മാവെന്ന് ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പായി പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ഞെരുങ്ങുന്ന ഒരവസ്ഥ, അതാണ് 2 Corinthians 5-ാം അധ്യായം 12-ാം വാക്യത്തിലൊക്കെ ഇത് പ്രസംഗിച്ചു പോകണമെങ്കിൽ അതിന് ഒരുപാട് വാക്യങ്ങളുണ്ട്. നാം ഉള്ളിൽ ഞെരുങ്ങുന്നു. ഈ ശരീരത്തിൽ നാം ഞെരുക്കത്തോടെ വസിക്കുകയാണ്. നമ്മൾ ശരീരത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു ഞെരുക്കമുണ്ട്. ഒരു ജനനത്തിന് വേണ്ടി, ഒരു പുനരുത്ഥാനത്തിന് വേണ്ടി, ഒരു രൂപാന്തരത്തിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ ഞെരുങ്ങിക്കൊണ്ടാണ് അകത്തെ മനുഷ്യൻ ഇരിക്കുന്നത്. ആ ഒരു വേദനയെക്കുറിച്ച് സർവസൃഷ്ടിയും ഇന്ന് വരെയും ഈറ്റുനോവോടിരിക്കുന്നത് സർവസൃഷ്ടികളുടെയും ആദ്യഫലമായിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയെ പ്രസവിക്കാൻ വേണ്ടി സർവസൃഷ്ടിയും ഇന്ന് വരെയും ഈറ്റുനോവോടെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാ സൃഷ്ടികളിൽ നിന്നും അതെ ശ്രേഷ്ഠമേറിയ ഒരു പുതിയ സൃഷ്ടിയെ ദൈവം സൃഷ്ടിച്ചെടുക്കുന്നത് തന്റെ മണവാട്ടി സഭയാണ്. ഈ സൃഷ്ടി ഉൾപ്പെടാത്ത ഒരു സൃഷ്ടി. അതുപോലെ സർവസൃഷ്ടിയും ഇന്ന് വരെ ഈറ്റുനോവോടെ ഞെരുങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി. അതെ, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി അത് കാത്തിരിക്കുകയാണ്. അതിന്റെ 18 വാക്യം ഞാൻ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി അവർ ഇവിടുന്ന് പ്രത്യക്ഷപ്പെട്ട്
സ്വർഗാസുഖത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ദിവസങ്ങളിൽ സൃഷ്ടി കാത്തിരിക്കുന്നത്. ഇവിടെ നാം കാത്തിരിക്കുന്നത് അത്രമാത്രം കാത്തിരിക്കുന്നുണ്ടോ? ഈ നാം നടക്കുന്ന മണ്ണും നമുക്ക് മീതെയുള്ള ആകാശവും ഈ സമുദ്രവും എല്ലാം കാത്തിരിക്കുന്നത് ഒരു സംഭവത്തിന് വേണ്ടി കാത്തിരിക്കുക, ഈറ്റുന്നവോടെ ഞെരുങ്ങി കാത്തുകൊണ്ടിരിക്കുക. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്നിട്ട് പറയാണ്, സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞെരുങ്ങി ഈറ്റുന്നവോടിരിക്കുന്നു നാം അറിയുന്നല്ലോ. അപ്പോൾ അങ്ങനെ സകല സൃഷ്ടികളും ഞെരുങ്ങുമ്പോൾ ഈ പറയുന്ന സ്ത്രീ ആയി വെളിപ്പെടുത്തിയിരിക്കുന്ന ഏതാണ് ആ സൃഷ്ടിയുടെ ഏറ്റവും വേദനപ്പെട്ട് ഈറ്റുനോവോടിരിക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് മീതെയുള്ള യെരൂശലേമാണ്. മീതെയുള്ള യെരൂശലേമാണ് ഈ ആദിജാതന്മാരുടെ സഭയെയും അതുപോലെ സ്വർഗീയ തേജസ് പ്രാപിക്കാൻ ഉള്ള 3 ഗണത്തിൽപ്പെടുന്നവരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അഥവാ മരണാനന്തരവരുടെ ആത്മാക്കളെ കൊണ്ടുവന്ന് കാത്തിരിക്കുന്ന മൂന്ന് നിരയിലുള്ളവരെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് മീതെയുള്ള യെരൂശലേമാകുന്ന നമ്മുടെ അമ്മ എന്ന് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ അമ്മയാകുന്ന മീതെയുള്ള യെരൂശലേം ആകുന്നു. 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ 3 തേജസ്സിന്റെ ഗണങ്ങളിൽ പെടുന്നവരുണ്ട്. അതിനെയാണ് ഇവിടെ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവരുടെ കാൽ കീഴ് ചന്ദ്രൻ, അവരുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തി. അപ്പൊ ഇതെല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടും മനസ്സിലാക്കിയും പഠിക്കണം. പിന്നീട് നിങ്ങൾ സന്ദേശം ഒന്നൊരു കേട്ടാൽ മതി. അപ്പോൾ പിന്നെ സംശയമുണ്ട് വേദവസ്തു എടുത്ത് വായിച്ച് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർ ആയിത്തീരും. ഞാനൊരു പക്ഷേ ഇപ്പോൾ പറഞ്ഞു പോകുന്നത് പെട്ടെന്നെല്ലാം മനസ്സിലാകത്തില്ലായിരിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ ഏതാണ് സ്വർഗത്തിൽ വലിയ ഒരു അടയാളമായി കാണുന്നത്? അപ്പോൾ മധ്യാകാശത്തിൽ സ്വർഗത്തിൽ ആദിജാതന്മാരുടെ സഭ ജനിക്കപ്പെടുന്ന അഥവാ പുനരുത്ഥാനം രൂപാന്തരവും പ്രാപിച്ചെടുക്കപ്പെടുന്നതിന് മുമ്പായി മീതെയുള്ള യെരൂശലേം അതിനെ പ്രസവിക്കുന്നതിനുള്ള ബന്ധത്തിലുള്ള ഭാഗം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് 12-ാം അധ്യായം 1 മുതൽ ഉള്ള ഭാഗങ്ങൾ. അതിനകത്ത് ഇവിടെ വർണ്ണിച്ചിരിക്കുന്ന സ്ത്രീ മറ്റാരുമല്ല, അത് ഇസ്രായേലല്ല, അത് യേശുവിൻ്റെ അമ്മ മറിയല്ല, അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് മീതെയുള്ള യെരൂശലേമാകുന്നു. കൊണ്ടാണ് പറയുന്നത് മീതെയുള്ള യെരൂശലേമോ അത് സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേക്കുറിച്ചാണ് പറയുന്നത്. അവളാണ് നമ്മുടെ അമ്മയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്മയില്ലാത്തതെന്നാണ് പറയുന്നെങ്കിൽ ശരിയായിട്ടുള്ള അമ്മയുള്ളത് ദൈവമക്കൾക്കാണ്, പ്രിയപ്പെട്ടവരെ. അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി ഗലാത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 4-ാം അധ്യായം 24-28 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഇത് സദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഒന്ന്, സീനായി മലയിൽ നിന്ന് ഉണ്ടായി അടിമകളെ പ്രസവിക്കുന്നത് ഹാഗർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരൂശലേമിനോട് ഒക്കുന്നു. അത് തന്റെ മക്കളോട് കൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അപ്പോൾ ഇവിടത്തെ യെരൂശലേമുണ്ട്, മീതെയുള്ള യെരൂശലേമുണ്ട്, പിന്നീട് വരാനുള്ള പുതിയ യെരൂശലേമുണ്ട്, സ്വർഗീയ യെരൂശലേമുണ്ട്. അപ്പൊ ഈ ബന്ധത്തിൽ പഠിക്കുമ്പോൾ ഇപ്പോഴുള്ള ഈ യെരൂശലേം അഥവാ ഇസ്രായേലിന്റെ തലസ്ഥാനമായിരിക്കുന്ന യെരൂശലേം പ്രശ്നകലുഷിതമായിരിക്കുന്ന സംഭവങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച സ്ഥലമായിരിക്കുന്ന യെരൂശലേമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൾ തങ്ങളുടെ മക്കളോട് കൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത് പറഞ്ഞതിന്റെ അർത്ഥം യേശു ക്രിസ്തുവാകുന്ന രക്ഷകൻ രക്തം ചീന്തിയ സ്ഥലമാണ് യെരൂശലേം. ഭൂമിയുടെ മധ്യഭാഗം യെരൂശലേമിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ആദമിനെ സൃഷ്ടിച്ചത് യെരൂശലേമിലെ മണ്ണുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഞാൻ അത് വളരെ ശക്തമായി പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച മണ്ണ് എവിടെ എന്ന് ചോദിച്ചാൽ യെരൂശലേമാണ്. ഭൂമിയുടെ മധ്യഭാഗമാകുന്ന യെരൂശലേമിലെ മണ്ണിൽ നിന്നാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിനുശേഷം കിഴക്കൊരു ഏദൻ തോട്ടമുണ്ടാക്കി, ഇറാഖിനടുത്തുള്ള സ്ഥലത്ത് ഏദൻ തോട്ടമുണ്ടാക്കി അവനെ അവിടെ കൊണ്ടുയാക്കുകയാണ് ചെയ്തത്. അവിടുന്ന് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം ആരംഭിച്ചത് മെസൊപ്പൊട്ടേമിയ സ്ഥലത്ത് നിന്നായിരുന്നെങ്കിൽ അവിടുന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ച് കനാൻ ദേശമാകുന്ന മനുഷ്യനെ സൃഷ്ടിച്ച മണ്ണ് അവന് കൊടുക്കാമെന്നൊരു വാഗ്ദത്തം ചെയ്ത് അവനെ കൊണ്ടുവന്നു. അവിടെ വാഗ്ദത്ത സന്ധിയായിരിക്കുന്ന ക്രിസ്തു ജനിപ്പാൻ ഇടയാക്കി വന്നു. യേശുവിന്റെ രക്തം ചൊരിഞ്ഞ യെരൂശലേമിലാണ്. എവിടെയാണോ മനുഷ്യൻ ജനിക്കപ്പെട്ടത് അവിടെയാണ് ക്രിസ്തുവിന്റെ രക്തം ചൊരിയപ്പെട്ടത്. അവിടെയാണ്
മഹാരാജാവിന്റെ നഗരമായി തീരാൻ പോകുന്നത്. അതാണ് ഭൗമിക യെരൂശലേമിനെ കുറിച്ചുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ മനസ്സിലാകും. എന്നാൽ ആത്മീയ യെരൂശലേമാകുന്ന മീതെയുള്ള യെരൂശലേം ഉണ്ട്, അത് പറുദീസയാണ്, അതൊരു സൃഷ്ടിയിൽപ്പെടുന്നതാണ്. അപ്പോൾ ഭൂമിയിലുള്ള യെരൂശലേം ഇന്ന് അത് അടിമയിലാണ് ഇരിക്കുന്നത്. കാരണം രക്ഷകനായിരിക്കുന്ന യേശു അവിടെ ജനിച്ചു, വളർന്നു, 33 വർഷം അവിടെ ശുശ്രൂഷിച്ചു. അവൻ അവരുടെ കൈകളാൽ പിടിക്കപ്പെട്ടു, തള്ളപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റിട്ടും അത് കള്ളക്കഥയാന്ന് പറഞ്ഞ് യഹൂദ കഥകൾ മെനഞ്ഞ് വിശ്വസിക്കാതിരിക്കുമ്പോൾ, അവർ അനുസരണക്കേട് തള്ളിക്കളഞ്ഞപ്പോൾ, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അവർക്ക് ഇസ്രായേലിലുള്ളവർക്ക് വിടുതൽ പ്രാപിക്കാതിരിക്കുമ്പോൾ അവരെന്നും പാപത്തിന്റെ അടിമത്തത്തിലാണ് ഇരിക്കുന്നതുകൊണ്ട് അവരിപ്പോഴും തങ്ങളുടെ മക്കളോടുകൂടെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടിമയിലല്ലോ ഇരിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുക, ഞാൻ അങ്ങനെ അടിമയായിരുന്നു, ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടിമയായിരുന്നു. എന്നാൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം മനസ്സിലാക്കിയപ്പോൾ എനിക്കതിൽ നിന്ന് അടിമത്തെ യെരൂശലേമിൽ നിന്ന് വെളിയിൽ വരുവാൻ ഭാഗ്യം ലഭിച്ചു. ഞാനെന്ന് ഇസ്രായേലാകുന്ന ഭൗമികമായിരിക്കുന്ന അടിമയിലിരിക്കുന്ന യെരൂശലേമിന്റെ ഭാഗമല്ല, ഞാൻ മീതെയുള്ള യെരൂശലേമിന്റെ ഭാഗമാണെന്നാണ് ഇവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എത്ര ആശ്ചര്യകരമായ കാര്യമാണ്! ഇന്നും പലർക്കും യെരൂശലേം എന്ന് പറഞ്ഞാൽ അവിടേക്കാ ചിന്ത മുഴുവനും. മീതെയുള്ള യെരൂശലേമിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല, പറയുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല. വളരെ ദുഃഖകരമായ കാര്യമാണ്. അപ്പൊ നമ്മുടെ അമ്മ മീതെയുള്ള യെരൂശലേമാകുന്നു, അതവൾ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മെ പ്രസവിക്കുവാൻ, ആദ്യജാതന്മാരുടെ സഭയെ പ്രസവിക്കുവാൻ, അതുപോലെ സൂര്യ ചന്ദ്ര നക്ഷത്ര തേജസ്സിന്റെ മക്കളെ പ്രസവിക്കുന്നത് പറുദീസയാകുന്ന മീതെയുള്ള യെരൂശലേമാണ്, അല്ലാതെ ഭൂമിയിലുള്ള ഭൗമികമായിരിക്കുന്ന യെരൂശലേമല്ല. ഈ സ്ത്രീയെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗലാത്യ ലേഖനത്തിൽ 4:24-28 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മീതെയുള്ള യേശുവിനെ കുറിച്ചാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ വലിയൊരു അടയാളമുണ്ടായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടമുണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. ഈ സ്ത്രീ ഏതാകുന്നു എന്നുള്ളതിനെ നാം ഇന്ന് രാത്രി ചിന്തിച്ചപ്പോൾ നമുക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി. ഇത് പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ അമ്മ മറിയെക്കുറിച്ചല്ല, ഇത് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഏതാണ്? മീതെയുള്ള യെരൂശലേമാകുന്ന പറുദീസയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടേക്ക് പ്രവേശിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ ഇപ്പോൾ അവിടെ ഉണ്ട്. 1-ാം സ്വർഗത്തിലും 2-ാം സ്വർഗത്തിലും 3-ാം സ്വർഗത്തിലുമുള്ള വിശുദ്ധന്മാർ അവിടെ ഉണ്ട്. അതിൽ 1-ാം സ്വർഗത്തിലുള്ളവർ പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന നക്ഷത്രദേശ പ്രാപിക്കാനുള്ളവരാണെന്ന് മനസ്സിലാക്കി. 2-ാമത്തെ സ്വർഗത്തിലുള്ളത്, പറുദീസ 2-ാം സ്വർഗത്തിലുള്ളത് ചന്ദ്രദേശ പ്രാപിക്കുന്ന കുഞ്ഞാടിന്റെ മണവാട്ടിയുടെ തോഴിമാരുടെ ഗണത്തിൽപ്പെടുന്ന കന്യകമാരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. 3-ാം സ്വർഗത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സൂര്യദേശ പ്രാപിക്കുന്ന നിർമ്മല കന്യകയാണെന്നുള്ളതും മനസ്സിലാക്കി. അപ്പോൾ 3 തേജസ്സിന്റെ ഗണങ്ങളെ, ആ നിരകളെ വെളിപ്പെടുത്താനാണ് സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു എന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ഈ സ്ത്രീ ആരാകുന്നു എന്നുള്ളതിന്റെ വെളിപ്പാട് നമുക്ക് മനസ്സിലായി. ഇവിടെ തേജസ്സിന്റെ 3 തേജസ്സിന്റെ ഗണങ്ങളിൽ, അഥവാ ആ ആത്മീയ തേജസ്സിന്റെ മണ്ഡലങ്ങളിലുള്ള 3 കൂട്ടർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനെ മറ്റൊരു വചനം കൂടി നാം തെളിയിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഒരു വചനം കൊണ്ട് മാത്രമല്ല, ഒന്നിലധികം വചനം കൊണ്ട് തെളിയിക്കണം. ഒന്ന്, നമ്മൾ യെശയ്യാവിന്റെ പ്രവചനത്തിൽ നിന്ന് നമ്മൾ എടുത്തു. 66-ാം അധ്യായത്തിന്റെ ആ ഭാഗം എടുത്തപ്പോൾ നമുക്ക് അവിടെ മനസ്സിലായി, യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം പൂർത്തീകരിക്കപ്പെടേണ്ടതാണ്. അത് ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടില്ല. അതിന്റെ 6-ാം വാക്യത്തെ 7-8 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതിനോടുള്ള ബന്ധത്തിലാണ് എന്നുള്ള നമുക്ക് കാഴ്ചപ്പാട് ലഭിച്ചു. മറ്റൊരു ഭാഗം കൂടി ഞാനിന്ന് രാത്രിയിൽ, ഉത്തമഗീതം 6-ാം അധ്യായം 10-ാം വാക്യം. വെളിപ്പാട് പുസ്തക പഠനം എന്ന് പറയുമ്പോൾ ദാനിയേൽ പ്രവചനമായിട്ടുള്ളൊരു പഠനം മാത്രമല്ല. വെളിപ്പാട് പുസ്തക പഠനം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ എല്ലാ പുസ്തകങ്ങളും ഇതിൻ്റെ അകത്ത് വരും. പ്രധാനമായിട്ടും എല്ലാ പുസ്തകങ്ങളും എടുത്ത് പഠിക്കണം. നമുക്ക് ഉത്തമഗീതവും വേണം ഇതിൻ്റെ അകത്ത്. ഉത്തമഗീതത്തിന്റെ 6-ാം അധ്യായം 10-ാം വാക്യം ഞാൻ വായിച്ച് ഈ സ്ത്രീയെ ഒന്ന് പരിചയപ്പെടുത്താം. എവിടെ എന്താ രേഖപ്പെടുത്തുന്നത്? അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും,
കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വം ഉള്ളോ ഒരിവളാർ. ഒരു സ്ത്രീയെ ചോദിച്ചിരിക്കുക, ആരാണിവൾ എന്നാണ് ചോദിച്ചിരിക്കുകയാണ്. ആരാണിവൾ? അവിടെ ആരാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മണവാളനും മണവാട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ കാവ്യാത്മകമായി ക്രിസ്തുവിനെയും സഭയും തമ്മിൽ ദാവീദിന്റെ മകനായിരിക്കുന്ന ശലോമോൻ കാവ്യാത്മകമായി രചിച്ചിരിക്കുന്ന ഉത്തമഗീതത്തിൽ അവൻ രേഖപ്പെടുത്തിയിരിക്കുക, ഒരുവളുണ്ട്, അവൾ അരുണോദയം പോലെ ശോഭയുള്ളതാണ്, ചന്ദ്രനെ പോലെ സൗന്ദര്യമുള്ളതാണ്, അതുപോലെ തന്നെ സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യമുള്ള ഒരുവളുണ്ട്. അവൾ ആരാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു ചോദ്യമിട്ടിരിക്കുക. അതിന് ഉത്തരമാണ് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ പറയുന്ന സ്ത്രീയാണ്. അവിടെ മീതയുള്ള എലിശേമിനെയാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന പദവിയുള്ളത് ആ കുഞ്ഞാടിന്റെ മണവാട്ടിയാണ്. അപ്പോൾ അതിനോട് അനുബന്ധമായി 3 ഗണങ്ങളിലുള്ള വിശുദ്ധന്മാരും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 കാര്യങ്ങൾ. 1 ശോഭ, 2 സൗന്ദര്യം, 3 നിർമ്മലത. ഇത് തന്നെയാണ് വെളിപ്പാട് 12-ാം അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീ, കാൽ കീഴി ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടമുണ്ടായിരുന്നു. സൈന്യങ്ങളോട് കൂടിയ കൊടികളോട് കൂടിയ സൈന്യത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്നേഹത്തിന്റെ കൊടിയാണ്. ഉത്തമഗീതം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്, ഇതുവരെയും അത്രമാത്രം സ്നേഹിച്ച അല്ലെങ്കിൽ ഒരു സൃഷ്ടി ദൈവത്തിന് വേറെയില്ല. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ സഭയെ ആണ് കർത്താവ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. വീഞ്ഞു വീട് കാണിക്കുന്ന പുതിയ നിയമസഭയെ കാണിക്കുക. അപ്പം പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ളവർ. ഇപ്പം കർത്താവ് ഇത്രമാത്രം സ്നേഹിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആരെയാ സ്നേഹിച്ചിരിക്കുന്നത്? നമ്മയാണ് സ്നേഹിച്ചിരിക്കുന്നത്. പുതിയ നിയമസഭയാണ് ദൈവം ജീവൻ കൊടുത്ത് പണിതിരിക്കുന്നത്. അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. അപ്പോൾ ഇവിടെ സ്ത്രീയോടുള്ള ബന്ധത്തിൽ കൊടികളോട് കൂടിയ സൈന്യം പോലെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം ഇത്രമാത്രം ചൊരിയപ്പെട്ടിരിക്കുന്ന ഇവൾ ആരാണ്? രാത്രി ഉത്തരം നമുക്ക് പറയാൻ സാധിക്കും. അത് കുഞ്ഞാടിന്റെ മണവാട്ടിയും അവനോട് ചേരുവാനുള്ളവരുമാണ് അതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മണവാളന്റെ തോഴ്മക്കാരും മണവാട്ടിയുടെ തോഴിമാരും ഉൾപ്പെടും. അവരെയാണ് സ്വർഗീയ തേജസ്സിലേക്ക് കൊണ്ടിരിക്കുന്നത്. ഇവരെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ 12-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളല്ലാതെ യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയെക്കുറിച്ചോ ഇസ്രായേലിനെ കുറിച്ചോ അല്ല ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതുള്ളതും എന്ന് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സൂര്യൻ എന്നുള്ളത് നിർമ്മലതയെ കാണിക്കുന്നു. അപ്പോൾ നിർമ്മലതയെ കാണിക്കുന്നത് 2 കൊരിന്തി 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന അഥവാ ഈ നീതിസൂനായിരിക്കുന്ന ക്രിസ്തുവിനെ അണിയപ്പെടുവാൻ, അവനോട് ചേരുവാൻ ഉള്ള ഭാഗ്യം, അണിയുക എന്ന് പറഞ്ഞാൽ അവനോട് ചേരുന്നത്. അപ്പോൾ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ നിർമ്മലത ആയാൽ നിർമ്മല കന്യകയായിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അത് സൂര്യനെ അണിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സൂര്യ തേജസ്സിനാൽ അവർ പ്രാപിക്കുന്നവരാണ്. അവർ നീതിസൂനായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേരുവാനുള്ളവരാണ്. ഇവരെയാണ് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയിൽ. ആ സ്ത്രീയുടെ പ്രത്യേകത സൂര്യനെ അണിഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമേറിയ നീതി സൂര്യനായിരിക്കുന്ന ക്രിസ്തുവിനോട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന നിർമ്മല കന്യകയെ വെളിപ്പെടുത്തുകയാണ്. ആ നിർമ്മലതയെ വെളിപ്പെടുത്താനാണ് ഇവിടെ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചന്ദ്രനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് സൗന്ദര്യത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൗന്ദര്യം എന്നുള്ളത് നമുക്കറിയാം. ചന്ദ്രനോടുള്ള ബന്ധത്തിൽ കുഞ്ഞാടിന്റെ മണവാട്ടിയുടെ തോഴിമാരാകുന്ന കന്യകമാരായിരിക്കുന്ന സൗന്ദര്യമുള്ള ആ കന്യകമാരുടെ ഗണത്തെയാണ് ഇവിടെ ചന്ദ്രൻ കാൽ കീഴെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ അണിഞ്ഞിരിക്കുന്നത് നിർമ്മലതയായിരിക്കുന്ന സൂര്യനെ നിർമ്മലതയാണ് അണിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കാൽ കീഴ് ചന്ദ്രനുണ്ട്. തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവുമുണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവുമുണ്ടായിരുന്നു. അപ്പോൾ ഈ നക്ഷത്ര ശോഭയുള്ളവരെയും ചന്ദ്രശോഭയുള്ളവരെയും
സൂര്യ തേജസ്സിനുള്ളവരെയുമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കിവിടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ 12 നക്ഷത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് 12 വിധമായിരിക്കുന്ന കിരീടത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഈ ക്രിസ്തുവിന്റെ നഗരത്തോടുള്ള പുതിയ യെരൂശലേമാകുന്ന നഗരത്തോടുള്ള ബന്ധത്തിലുള്ള കാഴ്ചപ്പാടാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞാടിനോട് ചേരുവാനുള്ള മന്ദിരമായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേരുവാനുള്ളവർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നഗരത്തിന്റെ ഭാഗമായിരിക്കാനുള്ളവരുണ്ട്. നഗരമതിലിനോടും നഗരത്തിന്റെ ഗോപുരങ്ങളോടും ചേരുവാനുള്ളവരും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നു എന്നുള്ള കാഴ്ചപ്പാടാണ് വെളിപ്പാട് ദിവസം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അത് കാണിച്ചിരിക്കുന്നത് ഈ മീതെയുള്ള യെരൂശലേമിൽ സ്വർഗീയ തേജസ്സിൽ ശരീരങ്ങളുടെ തേജസ് പ്രാപിക്കുന്നതിൽ, സാന്നിധ്യം പ്രാപിക്കുന്നതിൽ നിർമ്മല കന്യകയെ വെളിപ്പെടുത്തുന്നു. സൂര്യ തേജസ്സുള്ളവരെ വെളിപ്പെടുത്തുന്നു. ചന്ദ്രന്റെ ശോഭയുള്ളവരെയാണ് കാൽക്കീഴെ കാണിക്കുന്നത്. കുഞ്ഞാടിന്റെ മണവാട്ടിയുടെ തോഴിമാരെ കാണിക്കുന്നു. അതിൻ്റെ അകത്ത് 2 ഗണങ്ങളിലുള്ളവരുണ്ട്. കാൽക്കീഴുള്ളവർ തലയിൽ നക്ഷത്രം കൊണ്ടുള്ള നക്ഷത്ര ശോഭയെ കാണിക്കുന്നു. ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന മീതെയുള്ള യെരൂശലേമുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് വരാനുള്ള പുതിയ യെരൂശലേമുള്ള ബന്ധത്തിൽ പുതിയ യെരൂശലേമിൽ മന്ദിരമുണ്ട്, പുതിയ യെരൂശലേം എന്ന നഗരമുണ്ട്, നഗരത്തിന് മതിലുണ്ട്, ഗോപുരമുണ്ട്. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ പണിയപ്പെടുന്നത് ജീവനുള്ള കല്ലുകളാകുന്ന തേജസ്സിന്റെ വ്യത്യസ്തമായ 3 ഗണങ്ങളുള്ള കല്ലുകൾ കൊണ്ടാണ് പണിയപ്പെടുന്നത്. നീതിസൂര്യനായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേരുവാനുള്ള നിർമ്മല കന്യകയെ പണിയപ്പെടുന്നത് അത് ആണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യ തേജസ്സുള്ള ബന്ധത്തിലാണെങ്കിൽ ഇവിടെ ചന്ദ്ര തേജസ്സുള്ള ബന്ധത്തിൽ പണിക്കുന്നത് നഗരത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ വെളിപ്പെടുത്തുമ്പോൾ നക്ഷത്ര ശോഭയുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് മതിലുകളെയും ഗോപുരങ്ങളെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പുതിയ യെരൂശലേമിൽ, പുതിയ യെരൂശലേമാകുന്ന സ്വർഗ്ഗത്തിൽ പണിതിറങ്ങുന്ന യെരൂശലേമിൽ ആരൊക്കെ ഉണ്ടായിരിക്കുന്നത്, ഏതൊക്കെ തേജസ് ഉണ്ടായിരിക്കുന്നത്? അവിടെ കാണുന്നത് സൂര്യ തേജസ്സുള്ളവരുണ്ട്, ചന്ദ്ര തേജസ്സുള്ളവരുണ്ട്, നക്ഷത്ര തേജസ്സുള്ളവരുണ്ട്. ഇത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രൻ, അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടമുണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി വേദനപ്പെട്ട് നിലവിളിച്ചെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉത്തമഗീതം 6-ാം അധ്യായം 10-ാം വാക്യത്തിലുള്ള ബന്ധത്തിലാണ് ഇതിനെ നമ്മൾ വിശകലനം ചെയ്ത് വ്യാഖ്യാനിച്ചത്. അരുണോദയം പോലെ ശോഭ, അരുണോദയം പോലെ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിന്റെ ശോഭ നക്ഷത്രങ്ങളെയാണ്, പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്, അതാണ് ശോഭ എന്ന് പറയുന്നത്. അരുണോദയം പോലുള്ള ശോഭ എന്ന് പറയുന്നത് ചന്ദ്രനെ പോലെ സൗന്ദര്യം, സൂര്യനെ പോലെ നിർമ്മലത, സ്നേഹത്തിന്റെ കൊടി കീഴിലുള്ള ഈ മീതെയുള്ള യെരൂശലേമിലെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ 2 ഭാഗങ്ങളിലൂടെയും അതുപോലെ ഏഷ്യാവിന്റെ 66-ാം അധ്യായത്തിലുള്ള ബന്ധത്തിലും നാം പുനരുത്ഥാനത്തെ ബന്ധത്തിൽ നാം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ തേജസ്സിനുള്ള ബന്ധത്തിൽ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കുന്നത് ഉത്തമഗീതത്തിൽ നിന്ന് 6-ാം അധ്യായം 10-ാം വാക്യമാണെങ്കിൽ, പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ സ്ത്രീ പ്രസവിക്കുന്നതിനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ യെശയ്യാവിന്റെ പ്രവചനം 66-ാം അധ്യായം നമ്മൾ വായിച്ച ഭാഗത്ത് നിന്ന് നമുക്കത് 6-8 ഭാഗങ്ങളിൽ നിന്നുമാണ് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഏതായാലും വെളിപ്പാട് 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന സ്ത്രീ ഏതാണെന്നുള്ളതിന്റെ ഒരു ചെറിയ തെളിവെങ്കിലും ലഭിച്ചെങ്കിൽ ഇന്നത്തെ പഠനം കൊണ്ട് ഞാൻ സന്തോഷവാനാണ്. അപ്പം കൂടുതലൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഇത് യേശുവിന്റെ അമ്മ മറിയല്ലെന്നുള്ളതും അതുപോലെ ഇസ്രായേലിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നുള്ളതും, ഇത് പറഞ്ഞിരിക്കുന്നത് തേജസ്സിന്റെ 3 ഗണങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുള്ളതും മീതെയുള്ള യെരൂശലേമാകുന്ന പർദീസയെ കുറിച്ചാണെന്നും അതാണ് നമ്മുടെ അമ്മ എന്നുള്ളതും അതിൽ നിന്ന് തേജസ് പ്രാപിക്കുന്ന 3 ഗണങ്ങളിൽ പെടുന്നവരുണ്ടെന്നുള്ളതും പുതിയ യെരൂശലേമിന്റെ മന്ദിരത്തോടും നഗരത്തോടും മതിലിനോടും ഗോപുരങ്ങളോടും പെടുന്നതാണ് സൂര്യ ചന്ദ്ര നക്ഷത്ര തേജസ്സുള്ളവർ എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതുള്ളത്. മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്ന് ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഇത് സംബന്ധമായി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാവകാശം ചോദിപ്പാനുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ ഇനിയും കൂടുതലായിട്ട് വ്യാഖ്യാനിക്കണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യത കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ മരിച്ചു പോകുന്ന ജീവനോടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിരയിലാണ് ജനിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. പഴയ വിശുദ്ധന്മാരുടെ തേജസ് വേറെയാണ്, ഇസായിന്റെ 140 തേജസ് വേറെയാണ്, മണവാട്ടി സഭയുടെ തേജസ് വേറെയാണ്, മണവാട്ടിയുടെ
തോഴിമാരാകുന്ന കന്യകമാരുടെ തേജസ് വേറെയാണ്. ഇത്രയുമെങ്കിലും നമ്മുടെ തലയ്ക്കകത്ത് കയറണം. എങ്കിൽ മാത്രമേ ഏതിലേക്ക് എനിക്ക് എത്തണം എന്നുള്ള ആഗ്രഹമുണ്ടാകുകയുള്ളൂ. അപ്പോൾ തേജസ്സിന്റെ കാര്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളുടെ വ്യാഖ്യാനം ഞാൻ ഇതോടുകൂടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ തുടർന്നുള്ള ഭാഗത്തിന്റെ വിശദീകരണത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത് സംബന്ധമായിട്ട് ഇനിയും സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്സിനെ കുറിച്ച് 1 കൊരിന്തി 15-ാം അധ്യായം 40-42 വാക്യങ്ങൾ കൂടി വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. സ്വർഗീയ ശരീരങ്ങളുടെ ശരീരങ്ങളും ഭൗമശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ, മരിച്ചോടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. 1 കൊരിന്തി 15-ാം അധ്യായം 40-42 വാക്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഭൗമിക തേജസ് പ്രാപിക്കാനുള്ളവര് ഇതിനകത്ത് വരത്തില്ല. മീതിയുള്ള യെരൂശലേമിൽ കാണപ്പെടുന്നത് സ്വർഗീയ തേജസ്സിന്റെ ഗണത്തിൽപ്പെടുന്നവരെയാണ്. അപ്പൊ അതിൽ നമ്മൾ 3 കൂട്ടരെ കണ്ടു. സൂര്യ തേജസ്സിനെ കണ്ടു, അഥവാ നിർമ്മലതയുള്ളവരെ കണ്ടു, നിർമ്മല കന്യക. ചന്ദ്രതേജസ്സുള്ളവരെ കൊണ്ട് സൗന്ദര്യമുള്ളവരെ കണ്ടു, അത് കുഞ്ഞാടിന്റെ മണവാട്ടി സഭയുടെ തോഴിമാരാകുന്ന കന്യകമാർ. 45-ാം സങ്കീർത്തനം, അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു, പൊൻകസ കൊണ്ട് അവളെ ചിത്രത്തെ വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും, അവളോട് കൂടെ തോഴിമാരാകുന്ന കന്യകമാരെയും കൊണ്ടുവരും. അപ്പോൾ തോഴിമാരാകുന്ന കന്യകമാരോടുള്ള ബന്ധത്തിലാണ് ഈ പറയുന്നിരിക്കുന്ന ചന്ദ്രനോടുള്ള തേജസ് പറഞ്ഞിരിക്കുന്നത്. സൂര്യനോടുള്ള തേജസ് പറഞ്ഞിരിക്കുന്നത് തികവാകുന്ന സ്വാതന്ത്ര്യത്തിന് മുഴുവൻ പ്രാപിക്കുന്ന കുഞ്ഞാടിനോട് ചേരുവാൻ, തലയാകുന്ന കുഞ്ഞാടിനോട് ചേരുവാൻ സ്വാതന്ത്ര്യത്തിന് തികഞ്ഞ പൂർണ്ണതയെത്തുന്ന അവന്റെ ശരീരമാകുന്ന മണവാട്ടി സഭയാണ് വെളിപ്പെടുന്നതാണ് മന്ദിരം. സൂര്യ തേജസ്. ചന്ദ്രതേജസ് അവന്റെ മണവാട്ടിയുടെ തോഴിമാർ വിവാഹത്തോടുള്ള ബന്ധത്തിൽ, നഗരത്തോടുള്ള ബന്ധത്തിലായിരിക്കും അവര് പുതിയ യെരൂശലേമുള്ള ബന്ധത്തിൽ കാണപ്പെടുന്നത്. പുതിയ യെരൂശലേമുള്ള ബന്ധത്തിൽ മണവാട്ടി സഭ കാണപ്പെടുന്നത് മന്ദിരമാകുന്ന ക്രിസ്തുവിനോട് കൂടെയാണ്. ചന്ദ്രന്റെ നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രം എന്നുള്ളത് പഴയ നിമിഷമായുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒരു ഭാഗം കൂടി ദാനിയേൽ പ്രവചനത്തിൽ വായിക്കാം. കാരണം അതോട് വായിച്ചെങ്കിൽ മാത്രമേ ഈ നക്ഷത്രങ്ങളുള്ള ബന്ധത്തിലുള്ളത് പഴയ വിശുദ്ധമായുള്ള ബന്ധത്തിലാണ് എന്നുള്ളത് ഉറപ്പിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഓക്കെ, സൂര്യൻ്റെ ചന്ദ്ര തേജസ് എന്നുള്ളത് നമുക്ക് കൊരിന്തി ലേഖനം 2 കൊരിന്തി 12-ാം അധ്യായം 11-ാം അധ്യായം വായിക്കുമ്പോൾ നിർമ്മലകന്യയാകുന്ന നിങ്ങളെ ക്രിസ്തു ഏകപുരുഷൻ നിർമ്മലകന്യയാകുന്ന നിർമ്മലത മനസ്സിലാകാം, സൂര്യ തേജസ്സാണെന്ന് മനസ്സിലാകാം. ചന്ദ്രതേജസ് നമുക്ക് മനസ്സിലാക്കിയത് മണവാട്ടിയുടെ തോഴിമാരാണെന്ന് നമ്മൾ 45-ാം സങ്കീർത്തനം വെച്ച് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ നക്ഷത്രതേജസ്സാണെന്ന് എങ്ങനെ തെളിയിക്കും? ചോദ്യം വരാം. അതിനുവേണ്ടി ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായം 2 മുതൽ വാക്യങ്ങൾ. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നതിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിന്നയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഇവിടെ സൂര്യനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ചന്ദ്രനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നതിൽ പലരും, ചിലർ നിത്യജീവനായ ചിലർ നിത്യലജ്ജയ്ക്കായി ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് പ്രാരംഭഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നിത്യജീവന യോഗ്യരാകുന്നതിനെ കുറിച്ചാണ് എൻ്റെ പ്രാരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലെ പ്രവചനം ഇസ്രായേലിന്റെ ഉള്ള ബന്ധത്തിൽ പ്രവചിച്ചപ്പോൾ അവിടെയുള്ള 2 കൂട്ടരെ പ്രവചിക്കുകയാണ്, 3 കൂട്ടരെ പ്രവചിക്കുകയാണ്. ആരൊക്കെയാണെന്നുള്ളതാണ്. അതൊന്ന്, നിത്യജീവന യോഗ്യരാകുന്നവർ പഴയ നിയമത്തിലുള്ള ബന്ധത്തിലുണ്ട്, ഇസ്രായേലിന്റെ ബന്ധത്തിലുണ്ടെന്ന് വെളിപ്പെടുത്തി. അതാണ് ഭൗമശരീര തേജസ് പ്രാപിച്ച ദൂതല്ല നിത്യയിൽ പൊതുവാനുഭവം പ്രവേശിക്കുന്നവരാണ്. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്ന പലരും ചിലർ നിത്യജീവനായിട്ട്, അപ്പോൾ ചിലർ നിത്യജീവനായിട്ടും ചിലർ ലജ്ജയ്ക്കും നിത്യനിത്യയ്ക്കുമായി ഉണരും. നടക്കുന്നത് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിലാണ്. മരിച്ചുപോയ സകല വിശുദ്ധന്മാരും അന്ന് ഒടുക്കത്തെ നാളിൽ അന്ന് പുനരുത്ഥാനം പ്രാപിക്കും. സമുദ്രം തങ്ങളോട് ഏൽപ്പിച്ചു കൊടുക്കും, മരണവും പാതാളം തങ്ങളോട് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ജീവവസ്തു പേരുള്ള സമുദ്രത്തിലുള്ളവരെ നരകാഗ്നിയിൽ തള്ളിക്കളയുന്നില്ല. അവരാണ് ഭൗമിക തേജസ് പ്രാപിച്ച് നിത്യജീവനായിട്ട് പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ പൊതുവാനുഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. അന്ന് നിത്യലജ്ജയ്ക്ക് വേണ്ടി തേജസ്സില്ലാതെ പുനരുത്ഥാനം പ്രാപിച്ചു വരുന്നവരാണ് തീയാകുന്ന അഗ്നിനരക പുകയിലേക്ക് തള്ളിക്കളയേണ്ടതാണ് ഇവിടെ 1-ാമത്തെ ഭാഗം പറഞ്ഞിരിക്കുന്നത്. 2-ാമത് വായിക്കുന്ന ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ശോഭിക്കുന്നവർ, അവർ ബുദ്ധിമാന്മാർ എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഭരണകാലത്ത് ഇസ്രായേലിൽ നിന്നും
രക്തസാക്ഷിത്വം വഹിക്കാനുള്ള 144,000 ദാനിയേൽ പ്രവചിച്ച് രേഖപ്പെടുത്തി. 144,000 പേര് ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ഉണ്ടായിരിക്കും. അവര് ആകാശമണ്ഡലത്തിൽ പ്രവചനം നടന്നു നക്ഷത്രമുള്ള ബന്ധത്തിലാണ് പറയുന്നത്. നക്ഷത്രവും തേജസ്സിന്റെ വ്യത്യാസം, പ്രഭാത നക്ഷത്രങ്ങളുടെ വ്യത്യാസവും സാധാരണ നക്ഷത്രങ്ങളുടെ വ്യത്യാസവും ഉള്ളതുപോലെയാണ് രണ്ട് നക്ഷത്രത്തിന്റെ തേജസ് ഇവിടെ ഉള്ളത്. അപ്പോൾ നക്ഷത്രങ്ങൾ ശോഭിക്കുന്ന പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായ വിശുദ്ധന്മാരാണ്. അപ്പൊ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും ശോഭിക്കും. അപ്പോൾ ഈ പറയുന്ന 3 കൂട്ടര് പഴയ നിയമത്തിലുള്ള ബന്ധത്തിലുണ്ട്. നിത്യ യോഗ്യതയായിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ നക്ഷത്ര തേജസ്സിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ 144,000 പേര് ഉണ്ടായിരിക്കും. അവർ നക്ഷത്രവും തമ്മിൽ തേജസ് വ്യത്യാസമുള്ളവരായിരിക്കും. നക്ഷത്ര തേജസ്സുള്ളവർ ഉണ്ടായിരിക്കും. പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാർ, അതുപോലെ പഴയ നിയമത്തിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് 144,000 പേർ നിത്യജീവനുള്ളവരെയാണ്. വെളിപ്പെടുത്തതിൽ ഒന്നും ഉൾപ്പെടാത്തവർ നിത്യലജ്ജയ്ക്കും ശിക്ഷയ്ക്കുമായിട്ട് നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുമെന്നാണ് ഇസ്രായേലിനോടും പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ ദാനിയേൽ പ്രവചിച്ചത്. എന്നാൽ പുതിയ നിയമത്തിൽ പ്രവചിച്ചപ്പോൾ നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ പ്രവചനത്തിൽ കാണിച്ചിരിക്കുന്നത് സൂര്യചന്ദ്ര നക്ഷത്ര തേജസ്സുകളെക്കുറിച്ചും എല്ലാ തേജസ്സിനെക്കുറിച്ചും ഉള്ള 5 ആത്മമണ്ഡലങ്ങളെക്കുറിച്ച് നമുക്ക് കൊരിന്ത്യർ ലേഖനം 15-40-42 വാക്യങ്ങൾ കാണാം. തികവാണ്. പഴയ നിയമത്തിൽ മുഴുവൻ തികവല്ലായിരുന്നു. അവിടെ 100 മേനിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്ര തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ്സിൽ ഭേദമുണ്ടല്ലോ. മരിച്ചോടെ പുനരുത്ഥാനം ഇങ്ങനെ. ഇതിനകത്ത് 5 തേജസ്സിന്റെ മണ്ഡലങ്ങളെ കാണിച്ചു. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് പ്രാപിക്കുന്നവർ 3 കൂട്ടരാണ്. അതിനകത്ത് സൂര്യ തേജസ് പ്രാപിക്കുന്നവരുണ്ട്, ചന്ദ്രന്റെ തേജസ് പ്രാപിക്കുന്നവരുണ്ട്, നക്ഷത്ര ദേശങ്ങളിൽ മറ്റൊരു കൂട്ടരുണ്ട്. അതാണ് 144,000. അപ്പൊ ഇവിടെ ഈ 1 കൊരിന്ത്യർ 15-40-42 വാക്യങ്ങളും ദാനിയേൽ പ്രവചനമായിട്ട് 12-2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ പഠിക്കാൻ സാധിക്കുന്നത് അവിടെ പഴയ നിയമത്തിൽ സൂര്യ ചന്ദ്ര തേജസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഇവിടെ സൂര്യ ചന്ദ്ര തേജസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള തേജസ് നിത്യജീവനെ കുറിച്ചും ഭൗമിക തേജസ് ലഭിക്കുന്നതിനെ കുറിച്ചും ചന്ദ്രതേജസ്സിനെ കുറിച്ചും ചന്ദ്രതേജസ് വ്യത്യസ്തമുള്ളതിനെ കുറിച്ചും അപ്പോൾ അവിടെ 3 പേരെ പറഞ്ഞിട്ടുള്ളെങ്കിൽ പുതിയ നിയമത്തിൽ 2 തേജസ്സിന് ഗണങ്ങളെ കൂടി വെളിപ്പെടുത്തി. പഴയ നിയമത്തിൽ ഇല്ലാതിരുന്നത് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തി. പഴയ നിയമത്തിൽ ആത്മീയ ദർശനത്തോടെ 144,000 കാണുവാൻ ഇടയായി തന്നു. പഴയ വിശുദ്ധന്മാരെ കണ്ടപ്പോൾ. എന്നാൽ അതിൽ ഉൾപ്പെടുന്നതല്ല സൂര്യ ചന്ദ്ര തേജസ്സുള്ളവർ. രാത്രി പുതിയ നിയമത്തിന്റെ പഴയ നിയമത്തിന്റെ വിശുദ്ധന്മാർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ലാത്തതാണ് എന്നുള്ളതും നമുക്കിതിൽ നിന്ന് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കിയതുകൊണ്ട് തുടർന്നുള്ള ഭാഗത്തിന്റെ ചിന്തയിലേക്ക് നമ്മളിന്ന് വേഗത്തിൽ കടന്നുപോയി. ഞാനിത് ദൂതിയുടെ അവസാനിപ്പിക്കാം. നാളെ നമ്മൾ ബാക്കിയുള്ള ഭാഗം ചിന്തിക്കും. അപ്പോൾ വലിയൊരു അടയാളത്തോടൊപ്പം ദൃശ്യമാകുന്ന മറ്റൊരു അടയാളത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ മധ്യാകാശത്തിൽ നടക്കാൻ പോകുന്ന യുദ്ധത്തോടുള്ള ബന്ധത്തിൽ 2 അടയാളങ്ങളെ വെളിപ്പെടുത്തിയാണ്. ഒന്ന്, ഒരു സ്ത്രീയെ വെളിപ്പെടുത്തി. അതിനകത്ത് 3 തേജസ്സിന്റെ ഗണങ്ങളിൽപ്പെടുന്ന മീതിയുള്ള പരദീസയിൽ 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗത്തിലുള്ളവരുടെ പുനരുത്ഥാനം അഥവാ അവരെ പ്രസവിക്കാനുള്ള സമയമായി എന്ന് വെളിപ്പെടുത്തുന്ന, പ്രസവത്തോടുകൂടെ അത് വേദനയോടുകൂടെ കാണുന്ന ഒരു അനുഭവത്തിലേക്ക് സർവ്വസൃഷ്ടിയും ഈറ്റുനോവോടിയിരിക്കുന്ന ആ വേദനപ്പെട്ട് അത് ഞെരുങ്ങിയിരിക്കുന്ന ആ സൃഷ്ടിയുടെ വേദന അത് പ്രസവ വേദനയായി പ്രസവിക്കുന്നവരുടെ ബന്ധത്തിൽ വെളിപ്പെടുത്തുമ്പോൾ ആ പ്രസവിക്കുന്ന സ്ത്രീയുടെ കുഞ്ഞിനെ വിഴുങ്ങിക്കളയാൻ വേണ്ടി അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അത് ദൈവത്തിന്റെ ശത്രുവാകുന്ന സാത്താനാണ്. അതേക്കുറിച്ച് ദൈവം നാളെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇനി വരാൻ പോകുന്ന സംഭവങ്ങളിൽ ഒരു വലിയ സംഭവം നമ്മുടെ തലയ്ക്ക് മീതെ ഉണ്ടാകാൻ പോകുകയാണ്. എന്തിനു വേണ്ടിയാ സംഭവിക്കാൻ പോകുന്നത്? അത് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. നമ്മെ സ്വർഗാസ്വർഗത്തിൽ സിംഹാസനത്തിക്കാൻ വേണ്ടിയാണ്. രാത്രിയിൽ ആ യുദ്ധത്തിന് വേണ്ടി യുദ്ധക്കളം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, വലിയൊരു ഈറ്റുനോവോടുകൂടി പർദീസ കാത്തിരിക്കുക, എണ്ണം തികയാൻ വേണ്ടി. ആദിജാതന്മാരുടെ എണ്ണം തികഞ്ഞു കഴിഞ്ഞാൽ അവൾ വേദനപ്പെട്ടൊരു ആൺകുട്ടിയെ പ്രസവിക്കും. ആ ആൺകുട്ടിയെ തിന്നുകളയാൻ വേണ്ടി മഹാസർപ്പം അവിടെ അവന്റെ മുഴുവലത്തോടുകൂടി വെളിപ്പെടും. എന്നാൽ മധ്യാകാശ യുദ്ധമുണ്ടാകുമ്പോൾ മീഖായേലും സൈന്യവും അവനെ തള്ളി താഴെയിടുകയും ഭൂമിയിലേക്ക് തള്ളിയിടുകയും ഈ പാതപീഠമാകുന്ന ഭൂമിയിൽ നിന്ന് സ്ത്രീ പ്രസവിക്കുന്ന മീതെയുള്ള പരിശേഷയമാകുന്ന ആ 3-ാമത്തെ സ്വർഗത്തിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കാനുള്ളവർ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ ഇവിടെ അതേ നിലവാരത്തിലുള്ളവർ രൂപാന്തരം പ്രാപിച്ച ഒരു ആൺകുട്ടിയായി
സ്വർഗീയ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടും. സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയായി കുഞ്ഞാടിന്റെ അതേ അധികാരമുള്ളവരായി സ്വർഗീയ സിംഹാസനം എടുക്കപ്പെടുവാൻ പോകുന്നത് ആദ്യജാതന്മാരുടെ സഭയാണ്. അവർ എടുക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ ഭരണത്തിനും സാത്താനിക മുഖവത്തിന്റെയും ക്രിസ്തുവിന്റെ ഭരണത്തിന് മുമ്പിലായിരിക്കും എന്നുള്ളതും നമ്മളിവിടെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ ഏതാണെന്നും ആ സ്ത്രീയുടെ ആദ്യ ഫലമായിരിക്കുന്ന സർവശിക്ഷാദിഫലമായിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയെ വിഴുങ്ങിക്കളയാൻ വേണ്ടി അവിടെ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീയെക്കുറിച്ച്, അവിടെ മഹാസർപ്പത്തെക്കുറിച്ചാണ് അതിന്റെ 3-4 വാക്യങ്ങൾ വെളിപ്പെടുത്തി. അതേക്കുറിച്ച് ദൈവം വെച്ചാൽ നാളെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നാളെ കാണാം. അതല്ല, ഇന്ന് ഈ യുദ്ധം നടക്കുകയാണെങ്കിൽ, നമുക്ക് മീതെ ആ യുദ്ധത്തിന്റെ സമയമാണ് നടക്കുന്നെങ്കിൽ, അതേ വേദനപ്പെട്ട് ആ മീതെയുള്ള പർദീസ എണ്ണം തികയാണെങ്കിൽ, അവിടെ എത്താനുള്ള എണ്ണവും ഇവിടുന്ന് രൂപാന്തരമായ എണ്ണം തികയാണെങ്കിൽ, കുഞ്ഞാടാം യേശുക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്തുനിന്ന് ഇറങ്ങി വന്ന് നമ്മെ ചേർത്തുകൊണ്ട് അവന്റെ സിംഹാസനത്തിലേക്ക് കടന്നു പോകും. എന്നാൽ അതിനെ തടയിടാൻ വേണ്ടി എഴുന്നേറ്റ് വരുന്ന ദൈവത്തിന്റെ ശത്രുവാകുന്ന സാത്താനെയും അവന്റെ ദൂതന്മാരെയും പരാജയപ്പെടുത്തുവാൻ മീഖായേലും അവന്റെ സംഘവും തയ്യാറായി സ്വർഗാസ്വർഗത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ദിവസങ്ങളിൽ അത് സംഭവിക്കുമ്പോൾ നമുക്ക് വേണ്ടിയാണ് ഇനി യുദ്ധം നടക്കാൻ പോകുന്നത്. നമ്മെ കൊണ്ടുപോകാൻ വേണ്ടി യേശു കർത്താവ് വേഗത്തിൽ വരുവാൻ പോകുന്നതുകൊണ്ട്, ആ അതിമധ്യാകാശം അതിനായി തയ്യാറെടുക്കുന്നുകൊണ്ട് ഒരുങ്ങാം, ഉണർന്നിരിക്കാം, അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.